ഭാഗമായും വിവിധമായും ഇടപെട്ട് അന്ത്യകാലത്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ നമ്മളത് അറിഞ്ഞിരുന്നില്ലെങ്കിലും ദൈവം യാഗങ്ങളുടെ പ്രമാണം എല്ലാ മതങ്ങളിലും കൊടുത്തിരുന്നുവെന്നും അതിൻ്റെ അന്തിമമായി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിക്കുകയും ന്യായപ്രമാണം ദൈവത്തിൻ്റെ നിയമങ്ങൾ നിവർത്തിക്കുകയും ചെയ്തുവെന്നും ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് തൻ്റെ നാമത്തെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം കൽപ്പിച്ചത് ചെയ്താൽ അവർ രക്ഷിക്കപ്പെടും എന്നും നാം പറഞ്ഞു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് ആ രക്ഷ സമ്പൂർണ്ണമാണെന്നും അത് നിത്യമാണെന്നും യേശു തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ആ രക്ഷയുടെ പൂർണ്ണതയിൽ നാം എത്തേണ്ടത് നമ്മുടെ കടമയാണ്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന വാക്യവുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചത്. വിശ്വസിച്ചപ്പോൾ രക്ഷ നമുക്ക് ഒരളവിൽ കർത്താവ് തന്നു. എന്നാൽ ആ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്തുവാ? പഴയ നിയമ ചരിത്രം എടുത്തുകൊണ്ട് പുതിയ നിയമത്തിൽ ശുശ്രൂഷകന്മാരിലൂടെ ദൈവം പറഞ്ഞത്, ഒരിക്കൽ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. യൂദായുടെ ലേഖനം 5-ാമത്തെ വാക്യത്തിൽ രക്ഷിച്ചവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു, വിശ്വസിക്കാഞ്ഞവരെ വഴിയിൽ തള്ളിയിട്ടു. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നുവെങ്കിലും മരുഭൂമിയിൽ അവർ പട്ടുപോയി. അവരുടെ പ്രവൃത്തികൾ, അവരുടെ വിശ്വാസത്തിൻ്റെ അപൂർണത ഇവരെ ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്നും പറിച്ചു കളഞ്ഞു. ഇതുപോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണെങ്കിലും നമ്മുടെ രക്ഷയുടെ പൂർത്തിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന പദത്തിലേക്ക് നമ്മൾ വന്നിരുന്നു. നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടു. രക്ഷയുടെ സമ്പൂർണ്ണതയിൽ നാം എത്തേണ്ടതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തികൾ ദൈവം കണക്കെടുക്കും. രക്ഷിക്കപ്പെട്ടു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ ശേഷം ബോധിച്ചതുപോലെ നടന്നാൽ അവൻ നിത്യ അഗ്നിക്ക് ഹേതുവാകുമെന്നും പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്ക് അനുയുക്തമായ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ചുട്ടുകളകയാണ് അതിൻ്റെ അന്തമെന്നും, ഇങ്ങനെയുള്ളവരെ ഒരിക്കൽ സദ്വർത്തമാനം കേട്ടവരും ആത്മാവിൻ്റെ നല്ലദാനം അനുഭവിച്ചവരും തങ്ങൾക്ക് തന്നെ അവർ പിന്മാറ്റത്തിലായി മനുഷ്യപുത്രനെ കുരിശിക്കുന്നവരായാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളാണെന്നും അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതല്ല എന്നും അന്തിമ ന്യായവിധി അല്ലാതെ അവർക്ക് മറ്റൊന്നില്ല എന്നും തിരുവചനത്തിൽ നിന്ന് നാം വ്യക്തമായി പഠിച്ചു. അതിനെ തുടർന്ന് ഇന്ന് പകൽ വേറെ ചില ആശയങ്ങളിലേക്കും കൂടെ പോകുവാനായി താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ആപ്തവാക്യമായി 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് ദയവായി നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒടുവിൽ നിർത്തിയത് ഫിലിപ്പിയർ 2:12 വായിക്കാം. 1 യോഹന്നാൻ 2:16-17. ജഡമോഹം കണ്ടോ? കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ നമ്മിൽ ഉൾക്കൊള്ളുന്ന, നമ്മുടെ ജഡമനുഷ്യനിൽ ഉൾക്കൊള്ളുന്ന ചില ജഡീക സ്വഭാവങ്ങളുണ്ട്. ഏത് ഭക്തനിലും ഏത് ഭക്തയിലും, ഏത് വലിയ അഭിഷക്തനിലും ഏത് അഭിഷക്തയിലും, ഏത് മാനദണ്ഡത്തിൽ ഉയർന്നവരിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു ടെർമിനേറ്ററാണ് ഈ പറയപ്പെടുന്നതായ ജഡീക ഘടകങ്ങൾ. ജഡമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തിൻ്റെ പ്രവർത്തികളെ തികയ്ക്കുവാൻ ഇച്ഛിക്കുന്ന ഇച്ഛയും അതിനെ സാധിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥിതിയുമാണ്. എൻ്റെ ഈ ശരീരത്തെ ജഡമെന്നല്ല ശരീരമെന്ന തിരുവചന ഭാഷയിൽ വിളിക്കുന്നത്. ജഡമെന്നല്ല ശരീരം എന്ന തിരുവചന ഭാഷയിൽ വിളിക്കുന്നത്. ശരീരം നല്ലതാണ്, ശരീരം നിർബന്ധമാണ്. പക്ഷെ ഇതിനകത്ത് പാപത്തിൻ്റെ ഇച്ഛകൾ അനുഷ്ഠിക്കുവാൻ താല്പര്യപ്പെടുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക ഭാഗമുണ്ട്. അതിനെ ജഡം എന്ന് വിളിക്കും. ജഡത്തിൻ്റെ ഇച്ഛകൾ ഒരുപാടെണ്ണമുണ്ട്, ജഡത്തിൻ്റെ മോഹങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. ഇത് നമ്മെ നരകത്തിലേക്കും പാതാളത്തിലേക്കും കൊണ്ടുപോകും. മറുവശത്ത് ദൈവത്തിൻ്റെ ഇച്ഛ, ആത്മാവിൻ്റെ ഭാഗം നമ്മിലുണ്ട്. ഞാനെന്ന വ്യക്തിത്വത്തിന്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, ഒത്തിരി വിശദീകരിക്കത്തില്ല, സമയം നേരത്തെ എടുത്തതുകൊണ്ട്. ഞാനെന്ന വ്യക്തിത്വത്തിന് 3 ഘടകങ്ങളുണ്ട്. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് ത്രിയേകനായ ദൈവം ത്രിയേകനായ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വരുവീൻ നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. ദൈവം ഏലോഹിം.
വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം, എബ്രായയിലാണ് പഴയ നിയമം എഴുതിയത്, ഏലോഹീം എന്ന പദമാണ്. എബ്രായ ഭാഷയിൽ ഏറ്റവും ഒടുവിലായി ഹീം എന്ന ശബ്ദമുണ്ടെങ്കിൽ ആ വാക്ക് ബഹുവചനമാണ്. ഏലോഹീം അതൊരു ബഹുവചനമാണ്. അതുകൊണ്ടാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കായെന്ന് ഏലോഹീം ദൈവം അരുളി ചെയ്തത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം. ഒരിക്കലും ഈ വ്യക്തിത്വങ്ങളെ തമ്മിൽ വേർതിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. ആ വ്യക്തിത്വങ്ങളിൽ ഒന്ന് കുറവാണെങ്കിൽ പൂർണ്ണതയിൽ എത്തത്തുമില്ല. അത് മൂന്നും കൂടെ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ അതൊരു വലിയ വ്യക്തിത്വമാണ്. അതാണ് ദൈവം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ നിറത്തിലല്ല എന്നെ സൃഷ്ടിച്ചത്, സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ദൈവത്തിൻ്റെ സ്വഭാവത്തിലല്ല എന്നെ സൃഷ്ടിച്ചത്, സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ദൈവത്തിൻ്റെ വലിപ്പത്തിലല്ല എന്നെ സൃഷ്ടിച്ചത്, സാദൃശ്യത്തിലും സ്വരൂപത്തിലും. സ്വരം വേറെ, നിറം വേറെ, വലിപ്പം വേറെ, പിന്നെ എന്തുവാ സാദൃശ്യവും സ്വരൂപവും. ദൈവം ത്രിയേകനായതുപോലെ ഞാനും ത്രിയേകനാ. എന്നിൽ, നമ്മിൽ, മനുഷ്യരിൽ 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ഏതാണത്? ഒന്ന്, എൻ്റെ ദേഹം. ഈ പുറമേ കാണുന്ന പുള്ളി, ഇതെൻ്റെ ദേഹമാണ്. ദേഹം നല്ലത്. ഈ ദേഹത്തിൽ രണ്ടാമത് വസിക്കുന്ന ഘടകമാണ് ദേഹി അഥവാ എൻ്റെ ജീവൻ. എൻ്റെ ഇമോഷൻ ഉൾക്കൊള്ളുന്ന, എൻ്റെ തീരുമാനശേഷി ഉൾക്കൊള്ളുന്ന, എൻ്റെ ഡിസിഷൻ പവർ ചേർന്ന് വരുന്ന, എൻ്റെ ആ യഥാർത്ഥ വ്യക്തിത്വം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, കള്ളം പറയാത്ത എൻ്റെ വ്യക്തിത്വം, തക്ക സമയത്ത് പറയുന്നത് ചെയ്യുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന എൻ്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ എൻ്റെ ദേഹി അഥവാ എൻ്റെ ജീവൻ എന്ന് വിളിക്കും. എൻ്റെ ഇമോഷൻസ് അവിടെയാണ്, എൻ്റെ ഡിസിഷൻ പവർ അവിടെയാണ്, ഇതെല്ലാം അവിടെയാണ്. മൂന്നാമത്, മൃഗങ്ങളിൽ ഇല്ലാത്ത ഒരു ഭാഗം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് ദൈവദത്തമായ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതെപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ടും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചും കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാവത്തിൽ അതിനെ മനസാക്ഷി എന്ന് നമ്മൾ വിളിക്കും. എന്നെ ദൈവം സൃഷ്ടിച്ചത് ത്രിയേകനായിട്ടാണ്. ഒന്ന്, എൻ്റെ ഈ പുറമേ കാണുന്ന ദേഹം. 2, അതിൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദേഹി, ജീവൻ. 3, ദൈവദത്തമായി ദൈവത്തിൻ്റെ ഭാഗമായ ആത്മാവ്. മനുഷ്യനിലൊരു മനുഷ്യാത്മാവുണ്ട്, അതോട് ചേർന്നാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്. ആത്മാവെന്ന ഭാഗം മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തെളിവ് പറഞ്ഞു. കാക്ക 1000 വർഷങ്ങൾക്ക് മുന്നമേ കൂട് കെട്ടിയതുപോലെ ഇന്നും കൂട് കെട്ടും. ഒട്ടകം 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെ ഇന്നും നടന്ന പോകുന്നത്. ഒട്ടകം ഇതുവരെ കാറ് കണ്ടുപിടിച്ചിട്ടില്ല, ഇതുവരെ അതൊരു പ്ലെയിൻ ഉണ്ടാക്കിയിട്ടില്ല, ചെയ്യത്തില്ല. കാര്യം അതിനകത്ത് എനിക്കുള്ള മനുഷ്യനുള്ള ആത്മാവെന്ന ഘടകമില്ലാത്തത് കൊണ്ട്. പശു, ഇന്നലെ രാത്രിയിൽ എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളിനോട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പശുവിൻ്റെ കാര്യം പറഞ്ഞു. പശുവിനെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്, കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടണം, നല്ലതാണ്, നല്ല സ്വഭാവം. ഞാൻ പറഞ്ഞു, ആ അഴുക്കിന് കിടക്കാൻ നേരത്ത് ഒരു ബെഡ്ഷീറ്റ് പോലും ഇന്ന് വരെ ഒരുത്തും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? പശുവിനാരെല്ലാം തലവണ വെച്ച് കൊടുത്തിട്ടുണ്ടോ? അയ്യോ ഇല്ല, ചെയ്യത്തില്ല. ഒരു ബെഡ്ഷീറ്റ് പോലും കൊടുക്കില്ല. കൊടുത്താൽ മുള്ളിയും തൂറിയും ഇനി തിരിച്ചു തരും. അത് വെച്ചാക്കാൻ അതിനറിയാൻ വയ്യ. കാര്യം അതിനകത്ത് എനിക്കുള്ള ആ ഒരു ഘടകമില്ല, ആത്മാവ്. അതതിനകത്തില്ല. എനിക്ക് 3 ഘടകങ്ങളുണ്ട്. ത്രിയേകനായി ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിനകത്തെ ഈ എൻ്റെ തീരുമാനശേഷി ഉൾക്കൊള്ളുന്ന എൻ്റെ അകത്തെ മനുഷ്യനെ, എൻ്റെ ആ സ്വഭാവത്തെ, എൻ്റെ വിൽപ്പവറുള്ള എൻ്റെ ദേഹിയെ ഒരു പ്രാവശ്യം പാപ സ്വഭാവത്തിന് വേണ്ടി എൻ്റെ ജഡം വലിച്ചെടുക്കും. ശരീരമല്ല, ഈ ശരീരത്തിനകത്ത് വസിക്കുന്ന ഇച്ഛ. ഈ ശരീരം നല്ലതാ, ഇത് സൂക്ഷിച്ചേ തീരൂ. നേരത്തിന് കുളിപ്പിക്കണം, നേരത്തിന് ഉടുപ്പിക്കണം, നേരത്തിന് കഴിപ്പിക്കണം. ഇതിനെ നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം കൂടെ ഇത്. നമ്മളിതിനെ സൂക്ഷിക്കണം. ഇതിനെ കുളിപ്പിച്ചില്ലെങ്കിൽ ഇതിനെ നാറും, ഇതിനെ വസ്ത്രം ധരിപ്പിച്ചില്ലെങ്കിൽ ഇതിനെ തണുക്കും. ഇതിന് ഒത്തിരി പ്രശ്നമുണ്ട്. ഇതിനുള്ളതെല്ലാം നമ്മൾ ഇതിന് ചെയ്തു കൊടുത്ത് ഈ ശരീരത്തെ നമ്മൾ കൊണ്ടു നടക്കണം. ജഡത്തെ മരിപ്പിക്കണം. ജഡമെന്ന് പറയുന്നത് ഇതിനകത്തെ ഇച്ഛാശക്തികൾ ചേർന്ന്, ഇതിനകത്തെ പാപം ചെയ്യാനുള്ള താല്പര്യങ്ങൾ ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. അതിനെയാണ് ജഡം എന്ന് വിളിക്കുന്നത്. അതിനെ മരിപ്പിക്കണം. ജഡവും ശരീരവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ തിരുവചന ഭാഷയിൽ പറയുന്നത്. മലയാള ഭാഷയിൽ ജഡവും ശരീരവും ഒന്നാ, പര്യായ പദങ്ങളാണ്. തിരുവചന ഭാഷയിലേക്ക് ഞാൻ പോവുകയാണ്. ദ ഫ്ലഷ് ആൻഡ് കാർണൽ മെൻ. ആ ജഡീക സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ജഡത്തെ നാം മരിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ ആത്മമനുഷ്യൻ, അതിനെ അകത്തെ മനുഷ്യനെന്ന് തിരുവചനത്തിൽ വേറൊരു ഭാഷയിൽ പറയാറുണ്ട്. എൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളർത്തിയെടുക്കുന്ന ആ ഭാഗം വളർന്നു വരുവാൻ ഇടയായിത്തീരും. എനിക്ക് 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. എൻ്റെ ജഡം, എൻ്റെ തീരുമാനശേഷി, എൻ്റെ ആത്മീയ സ്വഭാവം. ഇത് 3 എണ്ണമുണ്ട്. ഇതിനകത്ത്
ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ 3 ഘടകങ്ങളായി എൻ്റെ ജഡത്തെ വേർതിരിച്ചാണ് ഈ വാക്യം പറയുന്നത്. ഇതെല്ലാം ഈ ലോകത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇവ തമ്മിൽ എന്നും യുദ്ധമാണ്, എന്നും ഇത് തമ്മിൽ യുദ്ധമാണ്. ഇത് തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. ജഡം പറയും അത് ചെയ്യണം, ആത്മാവ് പറയും ചെയ്യരുത്, ഇത് ചെയ്യണം. ഒരളവിൽ ഈ മനുഷ്യൻ്റെ മനസാക്ഷിയെ പണ്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ വിശദീകരിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് പറയാം വളരെ വേഗത്തിൽ. മനുഷ്യൻ്റെ മനസാക്ഷിയെ അദ്ദേഹം ചിത്രീകരിച്ചത് 4 5 4 മൂലകളുള്ള ഒരു ഡിസ്കിനോട് തുല്യമായിട്ടാണ്. ഇതിന് 4 മൂലകളുണ്ട്. ഈ ഒരു ഡിസ്കിനോട് തുല്യമായിട്ടാണ് അതിനെ ഉപമിച്ചത്. ഇതിൻ്റെ ഒത്ത നടുക്ക് ഒരാണിയിലിട്ട് ഇത് കറക്കാമെന്നിരിക്കട്ടെ, അങ്ങനെ വെച്ചു. എന്നിട്ട് ഈ മൂല തട്ടി നീക്കാൻ ഒരാണിയും അടിച്ചു വെച്ചു. ആ മൂല കറങ്ങി വരുമ്പോൾ തട്ടി നീക്കാൻ ഒരാണിയും അടിച്ചു വെച്ചു എന്നിരിക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ആണി ഇരിപ്പുണ്ട്. എന്നോട് പെട്ടെന്ന് എൻ്റെ ജഡം പറഞ്ഞു അല്പം മോഷ്ടിക്കണം. ഞാൻ മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പയ്യെ അങ്ങോട്ട് കറക്കാൻ തുടങ്ങി. ആണിയുടെ അടുത്ത് ചെന്നപ്പോൾ മൂല മുട്ടി. അന്ന് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞു മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. ഞാൻ ഇനി തിരിച്ചു പോരുന്നു. പിന്നെയും ജഡം പറഞ്ഞു മോഷ്ടിക്കണം. പിന്നെ അങ്ങോട്ട് പോയി. തീരെ ചെറുപ്പത്തിൽ 4 വയസ്സിൽ, 5 വയസ്സിൽ, 8 വയസ്സിൽ എൻ്റെ അമ്മയുടെ പഞ്ചസാര ഭരണിക്കകത്തുനിന്ന് പഞ്ചസാര എടുക്കാൻ പോകുന്ന പോക്ക് എനിക്ക് ഓർമ്മയുണ്ട്. എടുക്കരുതെന്ന് മനസാക്ഷി പറയും, എടുക്കണമെന്ന് എൻ്റെ നാക്ക് പറയും. എടുക്കും ഞാൻ. പല പ്രാവശ്യം ഈ ആണി ഇടിക്കും. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. ആരാ പഞ്ചാര മോട്ടിക്കാത്തേ? ആരാ ചക്കര മോട്ടിക്കാത്തേ? അക്കരെ ഇപ്പോൾ കാണാനില്ലല്ലോ. പഞ്ചസാര തന്നെ ഇരിക്കട്ടെ, എല്ലാവർക്കും മനസ്സിലാവട്ടെ. ഇതെല്ലാം ഉള്ളതാ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വൻകാര്യങ്ങളല്ലേ നമ്മുടെയൊക്കെ അകത്തിരിക്കുന്നത്. ഈ അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ആ ആണി ഒരു തട്ടും, അരുത്, ഇനി പുറകോട്ടിഞ്ഞ് പോരും. ശകലം കൂടെ കഴിയുമ്പോൾ ഞാൻ പറയും ചെയ്തിരിക്കും, ഇന്ന് തന്നെ ടടാക്ക് ഒരു പിടി പിടിച്ചു, ഒരു മൂല അങ്ങ് ഉടഞ്ഞു. 2ാമത്തെ പ്രാവശ്യം മോഷണത്തിനായിരിക്കത്തില്ല, വേറൊന്നിനായിരിക്കും, ദൂഷണ വാക്കുകൾ പറയാനായിരിക്കും. പല പ്രാവശ്യം പറഞ്ഞു പറയരുത്, ആണി ഉടക്കി, ഒരു പിടി, 2ാമത്തെ മൂല ഉടഞ്ഞു. 4 മൂലയും ഉടഞ്ഞാൽ വി. തോമസിന്റെ ഭാഷയിൽ ഗ്രാമഫോൺ പ്ലേറ്റ് പോലെ പിന്നെ പുള്ളി കറങ്ങിക്കോളും. ഇതിന് പിന്നെ മനസാക്ഷി എന്നൊന്നില്ല, അത് പോയി. ദൈവത്തിൻ്റെ ഭാഗമായി ഇപ്പം CD എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. CD കറങ്ങുന്ന പോലെ ഇത് കറങ്ങിക്കോളും. ദൈവത്തിൻ്റെ ഭാഗമായി എന്നിൽ ദൈവം തന്നിട്ടുള്ള മനസാക്ഷിയെ, ആത്മാവിനെ നാം നിർവീര്യമാക്കിയാൽ അതങ്ങ് ചത്തു. അത് നമുക്ക് സംഭവിക്കരുത്. കാര്യം ജഡത്തെ നിർവീര്യമാക്കി, നിർജീവമാക്കി ആത്മാവിനെ വളർത്തുക, ഇതാണ് ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2:12 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒടുവിൽ വായിച്ചു നിർത്തിയത്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഭൗതികമായ ചില ഘടകങ്ങളോട് നാം എന്ത് പ്രതികരണം കാണിക്കണം? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. സത്യത്തിൽ ഇത് 3ഉം ജഡത്തിൻ്റെ വകയാ. എന്നാൽ ഇതിനെ 3ആയി ചിത്രീകരിച്ച് 1 യോഹന്നാന്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. ഇത് ദൈവത്തിങ്കിൽ നിന്നല്ല, ഇത് ഭൂമിയിൽ നിന്ന്. സിഗരറ്റ് വലിക്കരുത് എന്ന് എൻ്റെ അകത്തൊരു തോന്നലുണ്ട്. എവിടെയോ ഒരു ദൈവപ്രമാണം. എൻ്റെ ശരീരം അതിനുവേണ്ടി താല്പര്യപ്പെടും. എന്നെ സിഗരറ്റിലേക്ക്, മദ്യത്തിലേക്ക്, അനാവശ്യത്തിലേക്ക്, അയോഗ്യമായതിലേക്ക്, പ്രൗഢിയിലേക്ക്, വിടക്ക് കണ്ണിലേക്ക് എന്നെ വലിക്കുന്ന ഒരു ശക്തി എൻ്റെ അകത്തുണ്ട്. റോമാലേഖനത്തിൽ അത് കാണാം. എന്നെ ഞാൻ ആഗ്രഹിക്കാത്ത, ഇച്ഛിക്കാത്ത തിന്മയ്ക്ക് വേണ്ടി വലിച്ചു കളയുന്ന ഒരു ശക്തിയുണ്ട്. എന്നാൽ ക്രിസ്തുവേശു മുഖേന എനിക്ക് ജയം തന്നുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പിടിക്കുന്ന വേറൊരു ശക്തിയുമുണ്ട്. എൻ്റെ നടുവിൽ നിൽക്കുന്ന ഡിസിഷൻ പവർ, എൻ്റെ വിൽ പവറാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ഞാൻ ആ ശക്തിക്ക് കീഴ്പ്പെടുമോ, ഞാൻ ഈ ശക്തിക്ക് കീഴ്പ്പെടുമോ? ഞാൻ ആ ശക്തിക്ക് കീഴ്പ്പെട്ടാൽ എന്നെ ജഡീകൻ എന്ന് വിളിക്കും, ഞാൻ വീണുപോയി. ഞാൻ ആ ശക്തിക്ക് കീഴ്പ്പെട്ടാൽ എന്നെ ദൈവ പൈതൽ എന്ന് വിളിക്കും, വീഴാതെ വണ്ണം ദൈവം എന്നെ നിലനിർത്തും. തീരുമാനം എൻ്റേതാ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. തീരുമാനം എന്നത് അവനവൻ്റെ മനസ്സിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇച്ഛയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഒത്തവണ്ണം നാം മനഃപൂർവ്വം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിനെയാണ് തീരുമാനം എന്ന് വിളിക്കുന്നത്. ഒരു പെൺകുട്ടിയോട് താല്പര്യമുണ്ടായതുകൊണ്ട് സാഹചര്യങ്ങളെ അവഗണിച്ച് അവളെ ബലാത്കാരമാണ് പിടിച്ചെടുത്തു കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ച പുരുഷന്മാരെ കുറിച്ച്, അവരെ പുരുഷനെന്ന് വിളിക്കാൻ കൊള്ളുകയില്ല, അധമന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ഒരു വിവാഹത്തിന് താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയെ നിർബന്ധമായി വീട്ടിൽ നിന്ന് പൊക്കിയോ
ആള് വിട്ട് കാറിൽ അയച്ച് റൗഡികളെ അയച്ച് പിടിപ്പിച്ചോ കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കുന്ന അധമന്മാരെ കുറിച്ച് എനിക്കറിയാം. അതൊരു വിവാഹ ജീവിതമല്ല. ഞങ്ങൾ ഒരുമിച്ച് പാർക്കുവാൻ തീരുമാനിക്കുന്നുവെന്ന് തീരുമാനിച്ച് രണ്ട് വ്യക്തികളും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടെ ഒരുമിച്ച് പാർക്കുന്നവരുണ്ട്. അതിനെ കുടുംബമെന്ന് വിളിക്കും. എന്നെ ബലാത്കാരേണ അങ്ങോട്ട് പിടിക്കുന്ന ശക്തിയിൽ നിന്ന് ദൈവം എന്നെ ഇങ്ങു ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നിർത്തിയാൽ മുമ്പേ പറഞ്ഞ അധമൻ്റെ കൂട്ടിരിക്കും. അതിൻ്റെ സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ആരെയും ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാറില്ല. പകരം എൻ്റെ സ്വന്തം തീരുമാനത്തിൽ ദൈവത്തോടുകൂടെ ഞാൻ പറ്റി നിൽക്കും. ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസസ് ഞാൻ വെറുക്കും, അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കുമെന്ന് ഒരു ദൈവ പൈതൽ സ്വയം പറയുന്ന ആളാണ് ദൈവ പൈതലായി നടക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ നമ്മെ ലോകത്തിലേക്കും നരകത്തിലേക്കും നാശത്തിലേക്കും എന്നും വിളിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നൊരു ജയം തരുവാൻ യേശുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ട്. അതിനെ എടുക്കുന്നതാണ് ഒരു ആത്മീക ജീവിതം. ഇത് ഒരു 5 വർഷത്തിന് താഴെ ആത്മീക പരിചയമുള്ളവർക്കും പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കും കുറച്ചുകൂടെ മനസ്സിലാകത്തക്കതുപോലെ ഒരു 2-3 മിനിറ്റിനകം ഒരു കൊച്ചു സ്കിറ്റിൻ്റെ ഫോമിൽ അതിവിടെ അവതരിപ്പിക്കുന്നത് കൊള്ളാം എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെയൊന്ന് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒരു 5 വർഷത്തിന് താഴെയുള്ള ആത്മീക പരിചയം, 1ാം ക്ലാസ്സിലോട്ട് പോകുന്ന കുഞ്ഞിന് 1, 2, 3, 4 എന്ന് എണ്ണാൻ അറിയാൻ വയ്യാത്തതിന് കുറച്ച് കട്ടയൊക്കെ വെച്ച് കൊടുക്കും അല്ലേ? ഒരു 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 കമ്പിയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാന്ന് 1, 2, 3, 4 അങ്ങനെയൊക്കെ എണ്ണി പഠിപ്പിച്ചാൽ നഴ്സറിയിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് ആളുകൾ പറയും ഒന്ന് കണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിന് ഒന്നാമത്തെ തെളിവിതാ. അത് വേണം കേട്ടോ, വേണം. പക്ഷേ 2000 വർഷമുള്ള പഴക്കമുള്ള എനിക്കല്ല. എഞ്ചിനീയറിംഗും കഴിഞ്ഞ് ഇറങ്ങി ഞാൻ 1-2 എണ്ണം കട്ടയെടുത്തെന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, കട്ടയെടുത്തെന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാ. അത് 2000 വർഷം പ്രായമുള്ള ദൈവസഭയ്ക്കല്ല, ഫോർ ദ ബിഗിനേഴ്സിന് കൊള്ളാവുന്ന ഒരാശയം പ്രകടിപ്പിക്കുവാൻ 2-3 സഹോദരങ്ങൾ തീരുമാനിച്ചത്. വേറെ അറിയൂ, പ്ലീസ് കം അപ്പ്, കം ഓൺ ദ സ്റ്റേജ്, കം, വി വിൽ സീ ദാറ്റ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മൂന്നും ഒരു ദൈവ പൈതലിനെ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. കയറി പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ അതിന് അനുവാദമില്ല. കാര്യം ഒരിക്കൽ യേശുവിനെ രക്ഷകനെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ പാപം ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. അത് നിങ്ങളോട് അപേക്ഷിക്കത്തേ ഉള്ളൂ. അതിന് മുമ്പായിരുന്നെങ്കിൽ പാപം ബലാത്കാരേണ കൊങ്ങായിക്ക് പിടിച്ചു കൊണ്ടുപോയേനെ. പക്ഷെ പാപത്തിന് ഇന്ന് നിങ്ങളുടെ മേൽ കർത്തൃത്വമില്ല. കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും യേശുവിനെ രക്ഷകനെന്ന് അംഗീകരിച്ചു. ദൈവം ഒരിക്കലും ഒരുവനെ ബലം പ്രയോഗിച്ച് വലിച്ചുകൊണ്ട് പോകത്തില്ല. പകരം സ്വയം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തോടു കൂടെയായിരിക്കും. പാപം മനുഷ്യന്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. പകരം ഇന്നും അത് വന്ന് അപേക്ഷിക്കും. എടുക്കടാ സിഗരറ്റ്, വലിക്കടാ സിഗരറ്റ് എന്ന് എന്നോട് പറയത്തില്ല. അതിനുള്ള റൈറ്റ് അതിനില്ല. ഇന്നും അത് വന്ന് അപേക്ഷിക്കും. ഒന്ന് വലിക്കാമോ, ഒരു ചീത്ത വിളിക്കാമോ, അന്യനിട്ടൊന്ന് തല്ലാമോ? ഈ ചോദ്യം ഇന്നും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരപേക്ഷയാ. ഗെറ്റ് ലോസ്റ്റ് എന്നെനിക്ക് അതിനോട് പറയാൻ കഴിയും. തീരുമാനശക്തി എൻ്റെ ശരീരത്തിൽ, എൻ്റെ ദേഹിയിൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിനെ എടുത്തിരിക്കണം. പാപം ചെയ്യുവാനുള്ള
പാപസ്വഭാവത്തെയും അതിനോടുള്ള താല്പര്യത്തെയുമാണ് ജഡം എന്ന പേരിൽ ബൈബിൾ വിളിക്കുന്നത്. അതിന് കുറെ മോഹങ്ങളുണ്ട്. ജഡമതാണെന്ന് കാണേണ്ടതിന് വാക്യം വായിക്കണ്ട. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം 28 ഒന്ന് വായിച്ചാട്ടെ. റോമർ 7-ന്റെ 28. റോമർ 7-ന്റെ 28. 14. ഓക്കെ, റോമർ 7-ന്റെ 21 വായിച്ചാട്ടെ. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ആഗ്രഹം നന്മ ചെയ്യുക, പക്ഷെ ചെയ്തു പിടിപ്പിക്കുന്ന തിന്മയാ. വേറൊരു പ്രമാണം എൻ്റെ ഉണ്ട്. ആ പ്രമാണത്തെയാണ് ജഡം എന്ന് ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ക്രിസ്തുവേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു ക്രിസ്തുവിൽ നാം ആകുമ്പോൾ നമ്മുടെ ജഡത്തെ നമ്മൾ മരിപ്പിക്കുക. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, ആത്മാവ് മരിച്ച് ജഡം ജീവിക്കുന്നത് എങ്ങനെയാണ്? കാർണൽ ന്യൂമാന്റെ തത്വം അനുസരിച്ച് 4 മൂലകളുള്ള ഒരു ഡിസ്കിന് തുല്യമായി തറച്ചു വെച്ചിരിക്കുന്ന ഒരു ആണിയിൽ ഓരോ മൂല അടിക്കുമ്പോഴും പതുക്കെ പതുക്കെ പൊട്ടി അതില്ലാതെയാകുന്നതോടെ ആത്മീയം ചത്തു, ആത്മാവിൽ അവൻ നിർജീവനായി. തിരിച്ച് പ്രലോഭനങ്ങൾ എന്നെ ഒന്നിനു പുറകെ ഒന്നായി വന്നു വിളിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞതിനെ അയച്ചാൽ എൻ്റെ ജഡം മരിക്കുകയും എൻ്റെ ആത്മാവ് ബലപ്പെടുകയും ചെയ്യും. ജഡത്തെ മരിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. ഗലാത്യലേഖനം 5-24 ഒന്ന് വായിക്കാമോ? ഗലാത്യർ 5:17 ആദ്യം വായിച്ചാട്ടെ. ഗലാത്യർ 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. വിരോധമായ 2 ശക്തികൾ നമ്മിലുണ്ട്, ജഡ അഭിലാഷവും ആത്മ അഭിലാഷവും. ജഡ അഭിലാഷത്തിന്റെ ഒടുവിലത്തെ ലെവലാണ് ജീവനത്തിന്റെ പ്രതാപം എന്നൊക്കെ പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോകും. ജഡ അഭിലാഷം എന്നതിന്റെ അന്തിമമായ ഒരു ലെവലാണ് ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. നമ്മൾ അവിടോട്ട് പോകും. ജഡ അഭിലാഷം ആത്മാവിന് വിരോധമാണ്. ആത്മാവിന് ഒരുപാട് അഭിലാഷങ്ങൾ കാണും, ജഡത്തിനുമുണ്ട് അഭിലാഷം. എൻ്റെ കയ്യിൽ ഒരിക്കൽ കുറച്ച് പണം കിട്ടി. ആ പണം കിട്ടിയ സാഹചര്യത്തിൽ എൻ്റെ അകത്ത് ഒരു ചോദ്യം വന്നു, ഇതുകൊണ്ട് ഒരു സഭാ ബിൽഡിംഗ് പണിയണമോ, ഇതുകൊണ്ട് എനിക്കൊരു വീട് വെക്കണോ? സത്യം, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് 50 വയസ്സാകുന്നു. സത്യമാണ്, 50 വയസ്സ് അടുക്കുന്നു. ജോലി കഴിഞ്ഞു, കിട്ടാനുള്ളതെല്ലാം സർക്കാരിൽ നിന്ന് കിട്ടി. പിള്ളേർക്ക് കയറി തലയൊളിക്കാൻ ഒരു വീടില്ല, വീട് വെച്ചേ പറ്റൂ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, നിനക്കൊന്നും ഇല്ല, നീ അത് ചെയ്തേ മതിയാകൂ. എൻ്റെ അകത്തൊരു തോന്നൽ, അല്ല, ദൈവം എന്നെ വേറൊന്നിനു വേണ്ടി വിളിച്ചതുകൊണ്ട് ഇതിനു വേണ്ടി ആകട്ടെ. ജഡ അഭിലാഷം ഒരിടത്ത് സ്വന്തം വീട് വെക്ക്, അത് പാപമല്ല, നല്ല കാര്യമാണ്. ആത്മ അഭിലാഷം വേറൊരു ഭാഗത്ത്, അതുകൊണ്ട് ഒരു ചർച്ച് ബിൽഡിംഗ് വെക്ക്. ഒരു ദിവസം ചർച്ച് ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കും. ചർച്ച് ബിൽഡിംഗ് വെച്ചു. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടിക വാങ്ങാൻ കാശില്ലാത്തൊരു സാഹചര്യമായി. എൻ്റെ ഒരു കാറുണ്ട്. ഒരു വശം പറഞ്ഞു, ആ കാറ് കൊടുത്തേച്ച് ഇഷ്ടിക വാങ്ങ്. മറുവശം പറഞ്ഞു, നാളെ പള്ളിക്കാരെല്ലാം കൂടി ഒരു തൊഴിലൊഴിക്കുമ്പോൾ രക്ഷപ്പെടാൻ നിനക്കൊരു വാഹനം പോലും ഇല്ല. ഒരു വശത്ത് ജഡാഭിലാഷം, വേറൊരു ഭാഗത്ത് ആത്മാഭിലാഷം. ഇവ തമ്മിൽ ശത്രുക്കളാണ്. ഇവ തമ്മിൽ ഒരിക്കലും യോജിക്കുന്നതല്ല, ഇത് തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും ശത്രുക്കളാണ് എന്നറിയുക. ജഡം അഭിലാഷത്തിൽ പറഞ്ഞു, കാണുന്നവർ എന്നെ ഒന്നുകൂടെ നോക്കത്തക്കവണ്ണം നിന്റെ ജഡത്തെ ഒന്നുകൂടെ അലങ്കരിക്ക്. ആത്മാവ് പറഞ്ഞു, കാണുന്നവർ ദൈവത്തെ കാണത്തക്കവണ്ണം നീ താഴേണ്ടതിന് നിന്റെ സ്വയം ഡെക്കറേഷൻ നിർത്തിവെക്ക്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വൈരാഗ്യമുള്ളതാണ്, ശത്രുക്കളാണ്. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അതിന്റെ തന്നെ 6-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 6:8. ജഡത്തിൽ വിധിക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. നമുക്ക് ജഡത്തിൽ വിതയ്ക്കുവാൻ കഴിയും, നമ്മൾ കൊയ്തിരിക്കും, അത് ജഡത്തിൽ നിന്ന് നാശമായിരിക്കും. ആത്മാവിൽ നിന്ന് വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഞാൻ ആ ഭാഗത്തുനിന്ന് മാറട്ടെ. ഗലാത്യർ 5:24 വരാം. ഗലാത്യർ 5:24. ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആ ഭാഗത്തൊന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. വർക്ക് ഔട്ട് ഫോർ യുവർ സാൽവേഷൻ. ഫിലിപ്പ് ലേഖനത്തിൽ നിന്ന് ജഡ അഭിലാഷം ആത്മാവിന് വിരോധമാണ്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ കുരിശിച്ചിരിക്കുന്നു. ശരീരം കുരിശിച്ചു എന്നല്ല പറഞ്ഞത്, ജഡം. എൻ്റെ ദേഹം കുരിശിച്ചു എന്നല്ല പറഞ്ഞത്, എൻ്റെ ജഡം. പാപം ചെയ്യുവാനുള്ള ആസക്തി, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയെ
ക്രിസ്തുവേശുവിനോടുകൂടെ കുരിശിച്ചു. എങ്ങനെ? അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ. ഈ ജഡത്തിന് കുറെ രാഗങ്ങളുണ്ട്, ഈ ജഡത്തിന് കുറെ മോഹങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. വിദ്യാഭ്യാസം ഉള്ളവരും നന്നായി ഭാഷ മനസ്സിലാകുന്നവരുമാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതിന് കുറെ രാഗങ്ങളുണ്ട്, അതിൻ്റെ ട്യൂണ്, അതിൻ്റെ സൗണ്ട് പലതും. അതിന് കുറെ മോഹങ്ങളുണ്ട്, ലോകത്തിനുള്ളതായ കുറെ ഇമ്പങ്ങൾ, കുറെ മോഹങ്ങൾ. ക്രിസ്തുവേശുവിന് ഉള്ളവരുടെ പ്രത്യേകത, അവർ ജഡത്തെ അതിൻ്റെ രാഗവും മോഹവും ഉൾപ്പെടെ കുരിശിച്ചിരിക്കുന്നു. കുരിശിച്ചതാണെങ്കിൽ റോമലേഖനം 6-ാം അധ്യായം പറഞ്ഞു, സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കുരിശിക്കപ്പെട്ടതിനെ കുഴിച്ചിടാൻ വേണ്ടിയാ. നാം ക്രിസ്തുവേശുവിനോടുകൂടെ കുരിശിക്കപ്പെട്ടുവെങ്കിൽ ആ ചത്തതിനെ കുഴിച്ചിടാൻ വേണ്ടിയാ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിന് ജീവിക്കുന്നവരെന്നും ലോകത്തിൽ പാപത്തിന് മരിച്ചവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഓരോ ദിവസവുമുള്ള എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ശക്തി ഉയർന്നുയർന്നു വരും. ഇവിടുന്ന് ഒരു പുള്ളി ഇങ്ങോട്ട് പിടിച്ചു, അങ്ങനെ കിട്ടാതായപ്പോൾ 2 പേരായി, പിന്നെ 3 പേരായി. ഈ ശക്തികൾ വർദ്ധിച്ചു 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 വരും. തീരുമാനശേഷി നടുവിൽ നിൽക്കുന്ന ആളിൻ്റെതാണ് എൻ്റെ വിൽ പവർ. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ കുരിശിച്ചു, അവർ ജഡത്തെ കുഴിച്ചിട്ടു. ഇനി അവർ കുഴിച്ചിടപ്പെട്ടവരെന്ന് തങ്ങളെ തന്നെ എണ്ണിക്കൊണ്ട് ജീവിക്കണം. ആ ജീവിതമാണ് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് നിവർത്തിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നത്. നമ്മുടെ ക്രിയയിൽ ദൈവിക രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് പകരുന്നത്. ഞാൻ താവട്ടിറങ്ങാൻ പോകുകയാണ്. രണ്ടാമത് ഞാൻ കൺമോഹത്തെ ഒന്ന് തൊടാൻ പോകുകയാണ്. വേഗത്തിലായിരിക്കും ഞാൻ അതും എടുക്കുന്നത്. ജഡമോഹം വലിയ വിഷയം, ഒരു ദിവസം കൊണ്ട് തീരേണ്ടതല്ല, പക്ഷെ ഞാൻ മിനിറ്റുകൾ കൊണ്ട് നിർത്തുകയാണ്. 2 കൺമോഹത്തെ തൊടാൻ പോകുകയാണ്. കൺമോഹം പറയുന്നതിന് മുമ്പേ തന്നെ ആളുകൾക്കറിയാം. വേണ്ടാത്തരത്തോട് നോക്കരുത്, പിന്നല്ലേ ബാക്കി. മോഹങ്ങൾ ജനിക്കുമാറി ജഡത്തിന് വേണ്ടി ചിന്തിക്കരുത്, പിന്നല്ലേ മോഹം ജനിക്കുന്നേ. വേണ്ടാത്തരത്തോട് നോക്കിയിട്ടല്ലേ അതിനോടൊരു താല്പര്യം ഉണ്ടാകുന്നത്. കൺമോഹം ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഹവ്വ വായിച്ചു. ഉൽപ്പത്തി 3:6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും. നിൽക്കട്ടെ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും. ഹവ്വ വീണതിന്റെ പുറകിലത്തെ ഒരു കാരണം കൺമോഹമായിരുന്നു. വൃക്ഷഫലം കണ്ടിട്ട് അതിനോടൊരു താല്പര്യം, സൗന്ദര്യബോധം. ദൈവം ആദ്യമേ ലൂസിഫറിനെ സൃഷ്ടിക്കുമ്പോൾ, അതൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിലെ ഒരു ദിവസം എടുക്കാനൊക്കത്തുള്ളൂ. ദൈവം ആദ്യമേ ലൂസിഫറിനെ സൃഷ്ടിക്കുമ്പോൾ സകലവിധ രത്നങ്ങൾ കൊണ്ടും അവനെ മൂടിയിരുന്നു. പീതരത്നം, പത്മരാഗം മുതലായി. എനിക്കിതിൻ്റെ ഒന്നും പേരറിയാൻ വയ്യ, കാണാതെ പഠിക്കാൻ എനിക്ക് ഇന്ന് ബുദ്ധിമുട്ടാണ്. നവരത്നങ്ങൾ കൊണ്ട്, 9 തരം രത്നങ്ങൾ കൊണ്ടാണ് ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ചത്. അവൻ സൗന്ദര്യത്തിൽ സമ്പൂർണനായിരുന്നു. ഒടുവിൽ അവന്റെ സൗന്ദര്യം അവനെ നാശത്തിലേക്ക് വിട്ടു, അവനെ അഹങ്കാരത്തിലേക്ക് മാറ്റി. അതിനെ തുടർന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ലൂസിഫർ വീണുപോയിടത്ത്, ആ വീണുപോയിടത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൗന്ദര്യത്തിൽ തികഞ്ഞവനാകണ്ട എന്ന് ദൈവം തീരുമാനിച്ചുകൊണ്ട് അവനെ രത്നങ്ങൾ കൊണ്ട് നിർമ്മിക്കാതെ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ചു. ആ ആശയം ഒന്ന് ഗൗരവമായി മനസ്സിലാക്കിക്കോണം. ദൈവ സൃഷ്ടിയുടെ ആരംഭം ലൂസിഫർ ആയിരുന്നു. അരുണോദയപുത്രൻ എന്നവനെ വിളിച്ചു വന്നു. അരുണോദയപുത്രൻ, സൂര്യ ഉദയത്തിന് തുല്യമായ ഉദയത്തിന്റെ പുത്രൻ, ദ മോർണിംഗ് സ്റ്റാർ. അവനെ സൃഷ്ടിക്കുമ്പോൾ സൗന്ദര്യത്തിൽ തികഞ്ഞവനാകേണ്ടതിന് സകലവിധ രത്നങ്ങൾ കൊണ്ടും അവനെ സൃഷ്ടിച്ചു. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. അവൻ ആ സൗന്ദര്യം മിസ്യൂസ് ചെയ്തു, അവൻ താഴെ വീണു. ഇനി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ ഇതുപോലെ നശിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം മനുഷ്യനെ നിലത്തെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, ദൈവത്തിന്റെ തേജസ് കൊണ്ട് പൊതിഞ്ഞു. ഹവ്വയെ വീഴിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വീണ അതേ പോയിന്റിൽ ഹവ്വ വീണാൽ ഹവ്വയെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് ഒക്കത്തില്ല, ഇല്ലെങ്കിൽ അവളോടങ്ങ് ക്ഷമിക്കും, ഞാൻ മാത്രം ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഹവ്വയെ വീഴിക്കുവാൻ ചെന്നപ്പോൾ ഈ കൺമോഹം തന്നെ, സൗന്ദര്യബോധം തന്നെ അവളിൽ കൊണ്ടുവരികയും ഫലം തിന്മ കാണാൻ നല്ലത് എന്നവൾക്കൊരു തോന്നൽ കൊടുക്കുകയും ചെയ്തു. കൺമോഹം അവളുടെ പാപത്തിൽ ഒന്നായിരുന്നു. നാം ഇന്ന് ഈ സ്ഥിതിയിലായി, ഇന്നും അത് തുടരുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ലോത്ത് ഇതിനിടയ്ക്ക് ഒരു വേണ്ടാത്ത നോട്ടം നോക്കി. അതുകൊണ്ട് അദ്ദേഹം നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തു. അതിന് കൺമോഹമായിരുന്നു വലുത്. നമുക്ക് 2 ശമൂവേൽ 11:2 പോകാം. ദാവീദിന് ഒരു പറ്റുപറ്റിയത്. ഒരു നാൾ സന്ധ്യയാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. മതി, ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. അവൾ അതിസുന്ദരിയായിരുന്നു. കാണരുതാത്ത ഒരു കാഴ്ച ദാവീദ് കണ്ടുപോയി.
തിരുവചനം പറയുന്നത്, യോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു യുവതിയെ നോക്കുകയില്ല. എൻ്റെ കർത്താവായ യേശു ഒരിക്കൽ പറഞ്ഞു, സ്ത്രീയെ മോഹിക്കണം എന്ന് കരുതി അവളെ നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അതുകൊണ്ടാ അയൽവക്കക്കാരൻ ഇങ്ങോട്ട് നോക്കണം എന്ന് കരുതിയുള്ള വസ്ത്രധാരണ ഒഴിവാക്കണമെന്ന് ആത്മീയർ പറയുന്നത്. അങ്ങനെ നോക്കരുത്, ഇത് രണ്ടും തുല്യ പാപമാ. പലതിനും ഇത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, ഈ ആഡംബരങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയാൻ വയ്യ. പിശാചിനെ അറിയത്തുള്ളൂ അയൽവക്കക്കാരനെ കൊണ്ട് നോക്കിപ്പിക്കാനായത്. അങ്ങനെ നോക്കിയാൽ എൻ്റെ യേശു പറഞ്ഞു, അവൻ വ്യഭിചാരം ചെയ്തു, പാപിയായി മാറി. എൻ്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തു, അതുകൊണ്ട് നോക്കരുതാത്തത് നോക്കാൻ പാടില്ല, വായിക്കരുതാത്തത് വായിക്കാൻ പാടില്ല. അത് ഇന്റർനെറ്റ് പോലും, അത് അശ്ലീല സാഹിത്യം പോലും നോക്കരുതാത്തത് നോക്കാതിരിക്കുവാൻ, വായിക്കരുതാത്തത് വായിക്കാതിരിക്കുവാൻ, കാണരുതാത്തത് കാണാതിരിക്കുവാൻ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തെങ്കിൽ കൺമോഹത്തിന് എന്നെ വശീകരിക്കുവാൻ ഒക്കത്തില്ല. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, ആ നിയമത്തിലായിരിക്കണം പോകുന്നത്. പ്രൊവേർബ്സ് 23:31 ദയവായി വായിക്കാമോ? പ്രൊവേർബ്സ് സദൃശവാക്യം 23:31. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇരിക്കുന്നതും നീ നോക്കരുത്. രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നത് നോക്കാൻ അങ്ങോട്ട് നോക്കരുത്. പിന്നല്ലേ കുടിക്കുന്ന പ്രശ്നം വരുന്നുള്ളൂ. അല്പം കുടിച്ചാൽ തകരാറുണ്ടോ? മോനെ നോക്കരുതടാ, പിന്നല്ലേ കുടിക്കുന്നേ. വേറൊരുത്തനത് രസമായി ഇറക്കുന്നത് നീ നോക്കരുത്. കണ്ണുമായി ഒരു നിയമം ചെയ്യ്. കൺമോഹം അല്ലെങ്കിൽ ചതിക്കും. അത് ജഡത്തിൻ്റെതാണ്, അത് ദൈവത്തിൻ്റെതല്ല. ഒടുവിൽ അത് സർപ്പം പോലെ നിന്നെ കൊത്തും. നോക്കി ഇന്ന് വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നത് നീ നോക്കിയാൽ നാളെ നിന്റെ കണ്ണ് പരസ്ത്രീയെ നോക്കും. തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. അല്ലെങ്കിൽ ഈ അനുഭവത്തിലൂടെ പോയവരോട് ചോദിച്ചോ, അവരുടെ ജീവിത തകർച്ചകൾ നമുക്കൊരു മാർഗദർശിയായിരിക്കട്ടെ. കൺമോഹം വലിയ പാപത്തിൽ അകപ്പെടുത്തുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെ കാണിച്ചു. വീണു എന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരും എന്ന് അവനോട് പറഞ്ഞു. യേശുവിനെ കൺമോഹത്തിൽ പിടിക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ട്, ഞാൻ യേശുവിനെ എടുത്തു തൊടും, പിടിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഒരു മലയിലേക്ക് കയറി. എന്റെ പിശാചേ, ആ മലയുടെയും ഈ ലോകത്തിന്റെയും സൃഷ്ടാവായതെന്ന് നീ അങ്ങ് വിട്ടുകളഞ്ഞല്ലേ. എൻ്റെ യേശു താഴ്ച അനുഭവിച്ചിറങ്ങി വന്നതുകൊണ്ട്, മനുഷ്യവേഷം പൂണ്ട് നടന്നതുകൊണ്ട് താൻ കേവലം മനുഷ്യനായിരുന്നില്ല, നിത്യനായ ദൈവവും പ്രപഞ്ചത്തിന്റെ യജമാനനുമാ. തന്റെ സൃഷ്ടിയായ ഈ ഭൂമിയുടെ മഹത്വം, ദ ഹോൾ സ്പ്ലെൻഡർ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. ഹോൾ സ്പ്ലെൻഡർ, ആ പദം മറക്കരുത്. ഇതിന്റെ സകല സമൃദ്ധിയും മഹത്വവും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന സകലതും കൂടെ എൻ്റെ യേശുവിനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, കണ്ടോ, മാനുഷികമായി നിന്റെ കണ്ണുകൊണ്ടൊന്ന് നോക്ക്, അതിനെ ഒന്ന് മോഹിക്ക്, വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം കൂടെ നിനക്ക് തന്നേക്കാം. കൺമോഹത്തിൽ നിന്ന് എൻ്റെ യേശു രക്ഷപ്പെട്ടു. പിശാചിനോട് പറഞ്ഞു, പക്ഷേ നിന്നെയല്ല നമസ്കരിക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. ആ എഴുത്തെനിക്ക് കാണാം, അതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ കണ്ണടയ്ക്കുക. കൺമോഹം. ഞാൻ അവിടെ കൊണ്ട് നിർത്തട്ടെ. 3, ജീവനത്തിന്റെ പ്രതാപം. ഇത് മൂന്നും കൂടെ ഒന്ന് തന്നെയാ. ഞാൻ പറഞ്ഞു 3 ശക്തികൾ ഒരുവനെ വഞ്ചിക്കുവാൻ ഇപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടു. ഒന്നാമത്തേത് ആദ്യം വിളിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല. രണ്ടാമത്തേത് മൂന്നാമത്തേതും കൂടെ ഒരുമിച്ച് കൂടി. നാം ഒന്നിൽ ജയിച്ചാൽ അവിടെ കൊണ്ട് പിശാച് മാറത്തില്ല, അവൻ ഉള്ളത് മുഴുവനും കൊണ്ടുവരും എന്ന് മറക്കരുത്. ജീവനത്തിന്റെ പ്രതാപം എന്നാൽ എന്ത്? എൻ്റെ സമൃദ്ധി, എൻ്റെ വലിപ്പം, എൻ്റെ മഹത്വം മറ്റൊരാൾ കാണത്തക്കവണ്ണം അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ബിഷപ്പ് ടി.ഡി. ജേക്സ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇറ്റ്സ് എ പ്രഷർ ടു പെർഫോം. ഇറ്റ്സ് എ പ്രഷർ ടു പെർഫോം. എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ എന്നെ അങ്ങ് നിർബന്ധിക്കുക. എൻ്റെ കയ്യിൽ ആകെപ്പാടെ 25,000 രൂപയുണ്ട്. എൻ്റെ അയൽവക്കക്കാരൻ ഒരു പുതിയ സ്കൂട്ടർ വാങ്ങിച്ചു, മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. എൻ്റെ അകത്ത് ദർ ഇസ് എ പ്രഷർ ടു പെർഫോം. അവൻ വാങ്ങിച്ച പോലെ ഒരെണ്ണം എനിക്കും വാങ്ങിക്കണം, ഞാനും കുറയരുത്. ഞാൻ കുറവല്ല. എനിക്കൊരു സൈക്കിളിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചവിട്ടാൻ ആരോഗ്യമുണ്ട്, ഉപയോഗിക്കാൻ അറിയാം, റോഡിന് വീതി കുറവ് മതി, നല്ല റോഡ് എൻ്റെ അടുക്കലുണ്ട്. പക്ഷെ ഐ നീഡ് ടു പെർഫോം. മറ്റൊരുത്തൻ കാണിച്ചു വെച്ചത് ഒന്ന് ചെയ്യാൻ വേണ്ടി, അവനെ അനുകരിക്കാൻ വേണ്ടിയുള്ള
ഒരു വെറും പ്രകമ്പനമുണ്ടാകുന്നതിനെ പ്രൈഡ് ഓഫ് ലൈഫ്, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് വിളിക്കും. മറ്റൊരുവനായി ചമയുവാനുള്ള, മറ്റൊരു വ്യക്തിയായി വേഷം കെട്ടുവാനുള്ള എൻ്റെ വ്യാമോഹത്തെയാണ്, ജഡമോഹത്തിൻ്റെ ഏറ്റവും കൂടിയ പടിയാണത് ജീവനത്തിൻ്റെ പ്രതാപം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മെ ദൈവകൃപയിൽ നിന്ന് തകർക്കും എന്ന് മറക്കരുത്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ദയവായി നോക്കാമോ? യെശയ്യാവ് 12 മുതൽ 14 വരെ. ഇത് ലൂസിഫറിന്റെ ചിന്തയാ. വായിച്ചു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. ഒന്ന് നിൽക്കട്ടെ. അരുണോദയപുത്രനായ ശുക്ര, ആ പദം ദൗ ലൂസിഫർ ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ. മോനെ ഒന്ന് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. ദൗ ലൂസിഫർ ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ. ശുക്രൻ എന്നിവിടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന പദം നമുക്കറിയാം. ഈ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ചാത്തുമേനോന. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഭാഷാശൈലിയുടെ ഒരു ഭാഗം ഇവിടുന്ന് മനസ്സിലാവും. ചാത്തുമേനോനാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ലൂസിഫർ എന്ന പദത്തെയാണ് ശുക്രൻ എന്ന പേരിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അരുണോദയപുത്രനായ ശുക്ര, ദൗ സൺ ഓഫ് ലൂസിഫർ ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമായ ലൂസിഫർ, നിന്റെ ഹൃദയത്തിലൊരു ചിന്ത ഉണ്ടായിരുന്നു. ആ ചിന്ത എന്തായിരുന്നു? നീ കണ്ട ദൈവത്തെ പോലെ നീ ഒന്ന് ചമയുവാൻ നിനക്കൊരു തോന്നൽ. ഐ നീഡ് ടു പെർഫോം ലൈക്ക് സമ്മൺ എൽസ്. വേറൊരാളായി എനിക്കൊന്ന് ചമയണം. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ഒരു പ്രസംഗം പറഞ്ഞു, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, എനിക്കും അതുപോലൊരെണ്ണം പറയണം. ഞാൻ ടി.ഡി. ജെയ്ക്സ് ആകാൻ നോക്കുക. പാസ്റ്റർ വി.എ. തോമസ് ഒരു പ്രസംഗം പറഞ്ഞിരുന്നു, എനിക്കും അതുപോലൊന്ന് പറയണം, ഞാൻ വി.എ. തോമസ് ആകാൻ ശ്രമിക്കുക. പാസ്റ്റർ സാമച്ചൻ ഒരു പ്രവചനം പറഞ്ഞു, എനിക്കും അതുപോലൊന്ന് പറയണം, ഞാൻ സാമച്ചനാകാനായി ശ്രമിക്കുക. പാസ്റ്റർ പോൾത്തങ്കയ്യ ഈ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ടായിരുന്നു, എനിക്കും അതുപോലൊന്നാകണം, ഞാൻ പോൾത്തങ്കയാകാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? വേറൊരാളിനെ അനുകരിക്കുവാനുള്ള താല്പര്യം ഇത് ലൂസിഫറിൽ നിന്ന് ആരംഭിച്ചതാണ്. ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, യു ബിക്കം എ ചീപ്പ് കോപ്പി ഓഫ് എ ഗ്രേറ്റ് ഒറിജിനൽ. ദൈവം എന്ന് ഒറിജിനൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, പിശാച് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നവനാ. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിശാച് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. യു ബിക്കം എ ചീപ്പ് കോപ്പി ഓഫ് ദ ഗ്രേറ്റ് ഒറിജിനൽ. ദൈവം ഉണ്ടാക്കിയ ആ വലിയ ഒറിജിനലിന്റെ ഒരു ചീപ്പ് കോപ്പിയായി നീ മാറും. വേണ്ട സഹോദര, വേണ്ട സഹോദരി, എനിക്ക് കൊള്ളാവുന്ന നിറം എന്താണെന്ന് എന്നെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ തമ്പുരാൻ തീരുമാനിച്ചു. ഒരു നാടകത്തിൽ ഒരുപാട് പേർ അഭിനയിക്കാനായി കാണും. ഒരു നാടകത്തിൽ, ഇതൊരു നാടകമല്ല, ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പലരും കാണും. എല്ലാവരും ഒരേ സീൻ അഭിനയിച്ചാൽ അത് നാടകമാകത്തില്ല. ഓരോരുത്തർക്കും വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. ഒരു വലിയ ആർക്കിടെക്ട് പണിതെടുക്കുന്ന കെട്ടിടത്തിൽ ചെറിയ മുറികളുണ്ട്, വലിയ മുറികളുണ്ട്. ഒരു ചെറിയ മുറി വലിയ മുറിയാകാൻ ശ്രമിച്ചാൽ പിന്നെ അത് കെട്ടിടത്തിന്റെ ഭാഗമല്ല. ഈ പ്രപഞ്ചത്തിൽ ദൈവം ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്കൊരു സ്ഥാനം തന്നു. അതിനാവശ്യമുള്ള നീളം എനിക്കുണ്ട്, അതിനാവശ്യമുള്ള വയർ എനിക്കുണ്ട്, അതിനാവശ്യമുള്ള നിറം എനിക്കുണ്ട്, അതിനാവശ്യമുള്ള സകലതും എനിക്കുണ്ട്. ഐ എം എ ഗ്രേറ്റ് ഒറിജിനൽ. ഐ ലവ് ടു ബി മീ. ഞാൻ ഞാനായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. പിശാച് പറയും, അങ്ങനല്ല, നീ മറ്റേ പുള്ളിയായി മാറണം, നീ വേറൊരാളായി മാറണം. ഇത് അവന്റെ സ്വഭാവമാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അകത്ത് അവനവനെ ദൈവമാക്കിയിടത്ത് ദൈവഹിതത്തിനൊത്തവണ്ണം നാം വളരണമെന്നും നാം വികസിക്കണമെന്നും നമ്മുടെ കൂടാരത്തിന്റെ കുറ്റികളെ നീട്ടണമെന്നും കയറുകളെ നീട്ടണമെന്നും കുറ്റികളെ വിശാലതയിൽ അടിക്കണമെന്നും വിശ്വസിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് ഞാൻ. അത് മറ്റൊരാളിനെ അനുകരിക്കുകയല്ല, പകരം ദൈവം എന്നെ ആക്കിയിടത്ത് ഞാൻ വളരുകയാ. ഇത് രണ്ടും രണ്ടാ. ദൈവം എന്നെ ആക്കിയിടത്ത് 10 പേരെ കൂടെ കൂടുതൽ നേടണമെന്നും ദൈവം എനിക്ക് തന്ന സഭാഹോളിൽ 100 പേരുടെ കൂടുതൽ ഇരിക്കണമെന്നും ദൈവം എന്നെ ആക്കിയിടത്ത് അധികം പ്രയോജനപ്പെടണമെന്നും എനിക്ക് ആശയുണ്ട്. അത് മറ്റൊരാളായി അഭിനയിക്കുകയല്ല. ഐ ആം ഒറിജിനൽ. ഐ ലവ് ടു ബി മീ. ഞാനായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു, ഇന്നാരെ അനുകരിക്കുവാനല്ല. സിനിമാ നടൻ മുടി വെട്ടിയതുപോലെ എനിക്ക് മുടി വെട്ടണ്ട, എന്റെ മുടി വെട്ടുന്ന ശൈലി എന്റേതാ. സിനിമ നടി വസ്ത്രം ധരിച്ചതുപോലെ എനിക്ക് വസ്ത്രം ധരിക്കണ്ട, അത് അവളുടെ ശൈലി, എനിക്ക് എന്റെ ശൈലിയുണ്ട്. ഐ ലവ് ടു ബി മീ. ദൈവം എന്നെ ആക്കിയിടത്ത്, ദൈവം നിർത്തിയിടത്ത് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവനത്തിന്റെ പ്രതാപം മറ്റൊരാളായി അഭിനയിക്കുവാനുള്ള ചിന്ത. ലൂസിഫർ ദൈവത്തെ കണ്ടു, അവനൊരു താല്പര്യം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ സ്വർഗത്തിൽ കയറും. വായിച്ചു.
ഞാൻ സ്വർഗത്തിൽ കയറും. ചെയ്യുമെന്നുള്ള ഇവന്റെ വ്യാമോഹങ്ങളാണ്. ഒന്ന്, ഞാൻ സ്വർഗത്തിൽ കയറും. എടാ, നിന്നെ സൃഷ്ടിച്ച സ്വർഗത്തിൽ കയറാനല്ല, അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് വീഴ്ച വരത്തില്ലായിരുന്നു. രണ്ട്, വായിച്ചു. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കു മീതെ വെക്കും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ദൈവത്തിന്റെ നക്ഷത്രങ്ങളെ ദൈവമിരുത്തി എന്നെ അവിടെ നിന്നും അല്ലെടുത്തത്. ഞാൻ ഞാൻ വേറൊരാളായി അഭിനയിക്കാൻ പോകുകയാണ്. ഞാൻ അങ്ങോട്ട് കളരും. പിന്നെ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ കയറി അവിടെ ഇരുന്ന് ഞാൻ അരുളും. ഞാൻ ആകും. ഇവന്റെ ചിന്തകൾ പോകുകയാണ്. ഇത് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്താൽ ഇതിനെയാണ് വിളിക്കുന്നത് ജീവനത്തിന്റെ പ്രതാപം. അവിടേക്ക് ഇത് നമ്മെ വലിച്ചു കൊണ്ടുപോകും. ഒരൊറ്റ വീഴ്ച അവൻ വീണ നാട്ടിൽ തലയില്ലെന്നായി. മലയാളത്തിലെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് വീണ പറമ്പിൽ തലയില്ല. ഒരുത്തനൊരു വലിയ മരത്തെ കയറി താവോട്ട് വീണു, ഒരു പറമ്പിലോട്ട് വീണു, തല ഒടിഞ്ഞ് തെറിച്ച് അടുത്ത പറമ്പിൽ പോയി വീണു. വീണ പറമ്പിൽ തലയില്ലാതായി. ആ സ്ഥിതിയിലാണ് ഇവൻ പോയത്. ഇതുപോലെ നമുക്ക് വരരുത്. ഓ ദൗ ലൂസിഫർ, ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ, നിനക്കിത് പറ്റിയല്ലോ അരുണോദയ പുത്ര, ഞങ്ങളെ നീ ഇതിലേക്ക് വശീകരിക്കുകയാണെന്ന് അറിയാം. ഔവയ്ക്ക് പറ്റിയത് ഇതാ, കൺമോഹത്തിലേക്ക്, ജഡമോഹത്തിലേക്ക്, ജീവനത്തിന്റെ പ്രതാപത്തിലേക്ക് മാറാതെ നമുക്ക് ഒന്ന് സൂക്ഷിക്കാം. ഈ യൂദായുടെ ലേഖനത്തിൽ പഴയ നിയമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്ന, മിസ്രയീമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ജനത്തെ, ദൈവത്തിന്റെ ദൂതന്മാരെ, ആദിമ ലോകത്തെ ഒക്കെ ഉദാഹരണങ്ങളായി എടുത്തിട്ടുണ്ട്. അവരിൽ വന്ന ഒരു വലിയ പരാജയം, അവർ അന്യജഡം മോഹിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം വിശാലമായി ഞാൻ ഈ തിരുവചന ഭാഗം എടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒരു സഭായോഗത്തിൽ തന്നെ. അന്ന് ഞാൻ അവിടെ വരാം. സ്വന്തം വാഴ്ച വാത്തുകൊള്ളാതെ ഒരു കൂട്ടം ദൂതന്മാർ സ്വർഗത്തിൽ വഷളായി. ദൈവം അവർക്ക് അനുവദിച്ചതല്ലാത്ത അന്യജഡം അവർ മോഹിച്ചു. മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായി എടുക്കുവാൻ ഇവരുടെ സൗന്ദര്യം ഒരു കൂട്ടം ദൂതന്മാരെ പ്രോത്സാഹിപ്പിച്ചു. സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ അന്യജഡം മോഹിച്ച കാരണത്താൽ ദൂതന്മാരോട് ക്ഷമിക്കാതെ അവരെ അന്ധകാരത്തിന് ചങ്ങലയിട്ട് ദൈവം ആഘാതത്തിന്റെ കീഴിൽ സൂക്ഷിച്ചു. ദൂതന്മാരോട് ദൈവം ഒരു ക്ഷമയും കൊടുത്തില്ല. മനുഷ്യനോടോ, സോദോമും ഗോമോറയും അന്യജഡം മോഹിച്ചതിനാൽ തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു. നാമും അന്യജഡം മോഹിക്കുന്നവരുടെ കൂട്ടത്തിൽ കൺമോഹത്തിന് അടിമയാകരുത്, ജീവനത്തിന്റെ പ്രതാപത്തിന് അടിമകളാകരുത്. ദൈവം നമ്മെ നിർത്തിയിടത്ത് നിൽക്കാം. അവരന്യജഡം മോഹിച്ചതിനാൽ അനേകർ വീണുപോയി. അന്യന്റെ വക നാം ആഗ്രഹിക്കരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് ശുശ്രൂഷയോട് വലിയ താല്പര്യമുണ്ട്. സാമച്ചന്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട. എനിക്ക് പ്രവചന ശുശ്രൂഷ ഇഷ്ടമാണ്. എനിക്ക് പ്രസംഗം വലിയ ഇഷ്ടമാണ്. അതിന്റെ അർത്ഥം എനിക്ക് ഒരു വലിയ ബില്ലിഗ്രഹാമിന്റെ പ്രസംഗത്തോട്, ബില്ലിഗ്രഹാം ആകണ്ട. ബില്ലിഗ്രഹാം ഈസ് എ ഗ്രേറ്റ് ഒറിജിനൽ. ഞാനും അതുപോലെ ദൈവം എന്നെ സൃഷ്ടിച്ച ഒരുത്തനാണ്. ദൈവത്തിന് വേണ്ട വലിപ്പത്തിലും, ദൈവത്തിന് വേണ്ട ശൈലിയിലും, ദൈവത്തിന് വേണ്ട ഭാഷയിലും, ദൈവത്തിന് വേണ്ട ഇടത്തും ദൈവം എന്നെ നിർത്തിയതിനാൽ ദൈവത്തിന്റെ പിക്ചർ പൂർണ്ണമാകണമെങ്കിൽ ദൈവം എന്നെ സൃഷ്ടിച്ചതുപോലെ ഞാൻ ഉണ്ടായിരിക്കണം. ലൂസിഫർ പറഞ്ഞത്, നോ, ഞാൻ അങ്ങ് മേലോട്ട് കയറാൻ പോകാം. ഇല്ല മോനെ, നീ അതുകൊണ്ട് താഴെ വീണു. അത് വരരുത്. ഇതിനകത്തിരിക്കുന്ന നമുക്കത് വരരുത്. ലവ് ടു ബി യുവർ സെൽഫ്. ഓക്കെ, വേറൊരുത്തന്റെ സഭാംഗത്തെ മോഹിച്ചാലോ? അവന്റെ സഭയെ ദൈവം കൊടുത്തയാൾ അവന്റെ സഭയിൽ പോകാനുള്ളതാ. എന്റെ സഭയെ ദൈവം തന്നത് എനിക്കുള്ളതാ. അന്യന്റെ സഭാംഗത്തെ മോഹിക്കാനല്ല, സ്വഭാവമല്ല, അനുകരണമല്ല, ദൈവമാക്കിയ ഒറിജിനലിൽ ഞാൻ വളർന്നു വരുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് അതാത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചു. മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ വണ്ടി കൊണ്ട് ഒരിക്കലും തേങ്ങ ഉണ്ടാകുന്ന തെങ്ങുണ്ടാക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. തെങ്ങിന്റെ വലിപ്പവും കിളരവും കണ്ടുകൊണ്ട് മാവ് ഓർത്തന്നിരിക്കട്ടെ എനിക്കും കൂടെ തെങ്ങാകണമെന്ന്. ഇല്ല മോനെ, ദൈവ സൃഷ്ടി അതല്ല. മാവിന്റെ അണ്ടിയിൽ നിന്ന് മാവേ ഉണ്ടാകത്തുള്ളൂ. അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, സസ്യങ്ങളെ, ഫലമുള്ള സസ്യങ്ങളെ ദൈവം നിർമ്മിച്ചു. പാസ്റ്റർ പി.ഡി. ജോൺസന്റെ അതിശക്തമായ ദൂതുകളിൽ ഒന്ന് ഇതായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത മലയാളികളായ ക്രിസ്ത്യാനികളുടെ, പെന്തക്കോസ്തരുടെ രണ്ടാം തലമുറ ഒരെണ്ണം വഷളാകുകയും അമേരിക്കൻ ശൈലിയിലേക്ക് പോകുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. തമാശ കേട്ടോ.
ഇവര് അമേരിക്കക്കാരുടെ വേഷം കെട്ടും, നാക്ക് കുഴച്ച് അവർ പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കും. അവരിതൊന്നും ശ്രദ്ധിക്കത്തില്ല. കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കും, നിറം എന്നാ, ഇത് കറുത്ത കണ്ണ, മറ്റവന്റെ പൂച്ചക്കണ്ണ. പൂച്ചക്കണ്ണില്ലയോ, നീ ഞങ്ങളുടേതല്ലെന്ന് അവർ സൂക്ഷം പറയും. ഇവൻ ഈ പണ്ട് എന്തുവാ കാക്ക മയിലാകാൻ ശ്രമിച്ച പോലെ, പിള്ളേർ കേട്ടിട്ടുണ്ടോ കഥ? ഒരിക്കലും ഒരു കാക്കയ്ക്ക് തോന്നി എനിക്ക് മയിലാകണമെന്ന്. കാര്യം മയിലിനെ കണ്ടിട്ട് നല്ല രസം, കാക്കയെ കണ്ടിട്ട് അങ്ങനെ ഒരു രസമില്ല. മയിലിൻ്റെ പുറകെ പിള്ളേരെല്ലാം പോവുകയാണ്, കാക്കയുടെ പുറകെ കല്ലും കൊണ്ട് ആളുകൾ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് മയിലാകണമെന്നൊരു താല്പര്യം തോന്നി. ഒരു ദിവസം കാക്ക ഇങ്ങനെ കാട്ടിക്കൂടെ നടന്ന കൂട്ടത്തിൽ മയിലുകൾ ഇരുന്ന് ആടുന്ന സ്ഥലത്ത് മയിൽപ്പീലി പൊഴിഞ്ഞു വീണ് കിടക്കുന്നേ കണ്ടു. ഒരു കാക്ക ഇതെല്ലാം കൂടെ പെറുക്കിയെടുത്ത് അതിൻ്റെ എന്തുവാ ചിറകിനകത്തൊക്കെ ഇങ്ങനെ തിരികെ വെച്ചു. പക്ഷെ പിള്ളേർ മയിലിനെ പിടിക്കാൻ വന്നപ്പോഴാണ് മനസ്സിലായി, ചിറകടിച്ചാൽ ഇതെല്ലാം താഴ്പ്പു, എനിക്കിത് കൊണ്ടുപോകാനൊക്കത്തില്ല. ഒരുപാട് മയിൽപ്പീലി തിരികെയെങ്കിലും ഇത് പ്രയോജനപ്പെടത്തില്ല. ഒരുപാട് വേഷം കെട്ടി പൗഡറും ഇട്ട് കളറും അടിച്ച് ചമഞ്ഞടിച്ചൊക്കെ ചെല്ലുമ്പോഴാണ് മറ്റവൻ നോക്കുന്നത് ഇതൊന്നുമല്ല, കണ്ണിലോട്ട് മാത്രമേ ശ്രദ്ധിച്ച് നോക്കത്തുള്ളൂ. ഇന്ന് കണ്ണിന്റെ കളർ മാറ്റുന്ന സാധനമായി കണ്ടാൽ അവർക്ക് ഇപ്പോഴും അറിയാം. പറ, ഇതാൾ എന്നാന്നുള്ളത് അതിന്റെ ഒറിജിനാലിറ്റി എങ്ങും പോകുന്നില്ല. ഇറ്റ്സ് എ പ്രഷർ ടു പെർഫോം. അവനതായതുകൊണ്ട് എനിക്കും അതാകണം, അവൻ ഈ കാർ വാങ്ങിയത് കൊണ്ട് എനിക്കും ഈ കാർ വാങ്ങണം, അവൻ ഇത് ചെയ്തത് കൊണ്ട് എനിക്കും ഇതാകണം. അന്യന്റേത് മോഹിക്കരുത്, അതിരുകൾ മാറ്റരുത്. ഇത് ദൈവത്തിന്റെ പ്രമാണമാ. ദൈവം അവരവരെ ആക്കിയിടത്ത് വളരാവുന്നിടത്തോളം ദൈവം വളർത്തും. നാം വളർന്നിരിക്കണം. അതിന്റെ അർത്ഥം അന്യന്റേത് മോഹിക്കുകയല്ല, ജീവനത്തിന്റെ പ്രതാപം. ദൈവത്തിന്റെ കൽപ്പനകളിൽ ദൈവം എന്നെ സൃഷ്ടിച്ചതുപോലെ നടക്കുക. നമ്മുടെ രണ്ടാം തലമുറ വഴിതെറ്റി അവരൊരുപാട് മാറി. അന്ന് ആ ജനതയെ ഉദ്ധരിക്കുവാൻ കഴിയുമോ എന്ന് നോക്കേണ്ടതിന് പാസ്റ്റർ പി.ഡി. ജോൺസൺ ന്യൂയോർക്കിൽ ചെയ്ത ഒരു സന്ദേശം ഇന്നും ഇന്ത്യക്കാരും സകല രാജ്യക്കാരും ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ കിട്ടുന്നവരൊക്കെ വളരെ ആർത്തിയോടെ ബഹുമാനത്തോടെ വാങ്ങുന്ന ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണത്. ദൈവത്തിന്റെ സൃഷ്ടി അതത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങളെ, അതത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ദൈവം എന്നെ സൃഷ്ടിച്ചെങ്കിൽ ഇതിനകത്തുനിന്ന് ഇറങ്ങുന്നവർ ഇതിന്റെ ഫലം കായ്ച്ചിരിക്കും, അതിനകത്തുനിന്ന് വരുന്നവർ അതിന്റെ ഫലം കായ്ച്ചിരിക്കും. നാം ആരുടെ ഫലം കായ്ക്കുന്നു? നമ്മുടെ ഫലമോ അതോ ആർ വി ട്രൈങ് ടു പെർഫോം? ജീവനത്തിന്റെ പ്രതാപത്തിലേക്ക് കുതിച്ചു കയറുവാൻ ശ്രമിക്കുന്നുവോ? നാം എവിടെയാണ് എന്നൊന്ന് നോക്കുന്നത് കൊള്ളാം. ഞാൻ അല്പം കൂടെ വേഗത്തിൽ പൊക്കോട്ടെ, എന്റെ സമയമാകുന്നെന്ന് എനിക്കറിയാം. 1 കൊരിന്ത്യർ 3:10 വാക്യം വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 3:10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഒന്ന് നിൽക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി. തന്റെ വിളി അതാ, ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ വിളിച്ചു. അങ്ങനെയായപ്പോ താൻ പറഞ്ഞു, ഞാൻ ഒരു അടിസ്ഥാനം ഇടുക. എന്തിനു വേണ്ടിയാ? ഓരോരുത്തരും പണിയാൻ. ഞാൻ സഭയുടെ കാതലായ ആശയത്തിലോട്ട് കയറാൻ പോവുക, സഭയുടെ കാതലായ ആശയത്തിലോട്ട് കയറാൻ പോകാം. ഇന്നിതിനകത്തിരിക്കുന്ന നിങ്ങളിൽ ഒരാൾക്ക് പണിയണമെങ്കിൽ അതിനൊരു അടിസ്ഥാനം വേണം. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ രണ്ടാമതൊരു അടിസ്ഥാനം ഇടുവാൻ ആരാലും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ പണിത പണിയൊക്കെയും ന്യായവിധി ദിവസത്തിൽ ശോധന ചെയ്യപ്പെടും. ആ അടിസ്ഥാനത്തിന് വെളിയിൽ പണിത പണികൾ ന്യായവിധിയിൽ ശോധന ചെയ്യപ്പെടുകയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയം കേരളത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. കേരള എഡ്യൂക്കേഷൻ ബോർഡിന്റെ സീലുള്ള കടലാസുകളാണ് പരീക്ഷ എഴുതാനായി തന്നത്. വീട്ടിലിരുന്ന് കോപ്പി അടിക്കുന്ന പുള്ളികൾ വരുന്ന ചോദ്യം നേരത്തെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കടലാസിൽ നീറ്റായി ഉത്തരങ്ങൾ എഴുതി പരീക്ഷ കടലാസിന്റെ കൂടെ ചേർത്ത് കുത്തിക്കെട്ടിയാൽ നിങ്ങൾക്ക് തോന്നുന്നു മാർക്ക് കിട്ടുമെന്ന്. കിട്ടത്തില്ല. എഡ്യൂക്കേഷൻ ബോർഡിന്റെ സീലില്ലാത്ത പരീക്ഷ കടലാസ് വാല്യുവേഷൻ എടുക്കയില്ല. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, തിരുവചനത്തിന്റെ പ്രമാണം, ഇതിന്റെ മേൽ ചെയ്തിരിക്കുന്ന പണികൾ ശോധനയ്ക്ക് വേണ്ടി വരും. ഇതില്ലാത്തത് ശോധന ചെയ്യാൻ വരികയില്ല. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ ഉദാഹരണം വീണ്ടും എടുക്കാം. ഒരു കായിക മത്സരത്തിന്റെ സമയത്ത് സ്പോർട്സ് താരങ്ങൾ ഇവിടെയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ്. സ്കൂളിൽ കായിക മത്സരങ്ങളുടെ സമയം നടക്കുമ്പോൾ പേര് കൊടുക്കേണ്ടവരൊക്കെ പേര് കൊടുക്കാൻ പറഞ്ഞു. ഓട്ട മത്സരത്തിന് പേര് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉണ്ടായ പിന്നെ അങ്ങനെ ഓടിയതായിട്ട് അറിയത്തില്ല, വല്ലവരും കണ്ടു പേടിച്ചോടിയെങ്കിലല്ലാതെ നെവർ, അല്ലാതെ ഓടിയിട്ടില്ല.
അതുകൊണ്ട് ഞാൻ പേര് കൊടുത്തില്ല. ഞാൻ ഓടി ജയിക്കത്തില്ലെന്ന് എനിക്കറിയാം, പിന്നെ ഏത് മണ്ടനാ പേര് കൊടുത്തില്ല. മത്സരത്തിൻ്റെ ദിവസം അങ്ങായി. പേര് കൊടുത്തവരെയൊക്കെ നോക്കിയപ്പോൾ എൻ്റെ അത്ര ഓടാവുന്നവരാരുമില്ല. തനി മലയാളത്തിൽ പറഞ്ഞ ഈച്ചക്കാലനും അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കൂട്ടിയിടിക്കുന്നതിനും ഒക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്കൊരു തോന്നൽ, അയ്യോ മണ്ടത്തരമായി പോയല്ലോ, എനിക്ക് പേര് കൊടുത്തിരുന്നാൽ ഓടായിരുന്നു. പെട്ടെന്നൊരു തോന്നൽ, പേര് കൊടുത്തില്ലേ എൻ്റെ ഓടത്തല്ലയോ. എല്ലാവരെയും ഓടാൻ വേണ്ടി ഓട്ടക്കളത്തിങ്കൽ കൊണ്ട നിർത്തി. വിസിലടിക്കാനോ വെടിവെക്കാനോ ആളുകൾ തയ്യാറായി നിൽക്കുന്നു. ഞാൻ ഓടി അതിൻ്റെ സീനിയർ ആളിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, സാർ നേരത്തിന് പേര് കൊടുക്കാൻ ഒത്തില്ല, എനിക്കിപ്പോൾ ഓട്ടം വരുന്നു. അപ്പോൾ ഇരുന്ന് ഓട്, ഇങ്ങോട്ട് വരണ്ട, പൊക്കോ, എനിക്ക് ഓടണം. ഇതിനകത്ത് കയറ്റുകയില്ല. ഇതിനകത്ത് കയറിയില്ല, ഞാൻ വെളിയിൽ കൂടെ ഓടും. പറ. കളത്തിനകത്തൂടെ 10 പിള്ളേർ ഓടാൻ നിൽക്കുക. ഒരാൾ വെടിവെച്ചു, ഞാൻ കളത്തിന്റെ വെളിയിലാണ്, ഇതിനകത്ത് കയറാൻ ഒക്കുകയില്ല. ഇതിന്റെ വെളിയിൽ കൂടെ ഞാൻ ഓട്ടം തുടങ്ങി. ഈ കുഞ്ഞുങ്ങൾ ഓടി അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ 2 റൗണ്ട് ഇതിന്റെ വെളിയിൽ കൂടെ ഓടി. അവരെക്കാൾ ട്രിപ്പിൾ സ്പീഡിലാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഏതെങ്കിലും മരമണ്ടനെങ്കിലും ഒരു സമ്മാനം തരുമെന്ന്? ആളുകൾ എന്നെ തുപ്പുകയുള്ളൂ. എന്താ നേരത്തിന് പേര് കൊടുക്കാഞ്ഞ്? തൊഴിക്കുകയുള്ളൂ. എന്താണ് നേരത്തിന് പേര് കൊടുക്കാഞ്ഞത്? ഇട്ടിരിക്കുന്ന ഓട്ടക്കളത്തിൽ നിയമപ്രകാരം ഓടുന്നവന് പ്രതിഫലം കിട്ടും, സമ്മാനം കിട്ടും, അല്ലാത്തവന് കിട്ടത്തില്ല. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ പണിയുന്ന പണി മാത്രമേ ശോധന ചെയ്യപ്പെടുകയുള്ളൂ. 1000-10,000 നീതിപ്രവർത്തികൾ ശോധനയ്ക്ക് വേണ്ടി വരികയില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അടിയുറച്ച ദൈവമൈതൽ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ പണിയുന്ന ദൈവമൈതൽ ചെയ്ത പണി മാത്രമേ ദൈവം ശോധനയ്ക്കെടുക്കൂ, അല്ലാത്തത് ശോധനയ്ക്കെടുക്കുകയില്ല. ഈ ആശയം ഗൗരവമായി മനസ്സിലാക്കണേ. ഗാന്ധിയില്ലാത്ത സ്വർഗം സ്വർഗമല്ലെന്ന് പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. യേശുവിന്റെ രക്തത്തിൽ അല്ല എങ്കിൽ ദൈവം ശോധന ചെയ്യത്തില്ല. യേശുവിന്റെ നാമത്തിൽ അല്ല എങ്കിൽ ദൈവം പ്രവർത്തികൾ ശോധന ചെയ്യുന്നില്ല. ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഇവിടുത്തെ ലോക്കൽ സഭയിലുള്ളവർക്ക് വേണ്ടി, അന്നത്തെ ലോക്കൽ സഭയിലുള്ളവർക്ക് വേണ്ടി വിശുദ്ധ പൗലോസ് പറഞ്ഞു, ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി ഞാനൊരു അടിസ്ഥാനമിട്ടു, അത് ഈ അടിസ്ഥാനത്തിന്റെ ഭാഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അപ്പുറത്ത് കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ അത് പണി തീർന്നു വരുമ്പോൾ ഇങ്ങനെയാണ് എന്ന് എനിക്കറിയാം. പണിയുന്ന മെയ്സനോട് ഇവിടെ ഇന്ന കലത്തിൽ കല്ല് വെക്കാൻ പറഞ്ഞു. അങ്ങപ്പുറത്തെ മുറിയുടെ വലിപ്പം അതല്ല, അതിൻ്റെ കല്ലിൻ്റെ ഷേപ്പും അതല്ല, അതിന് കമ്പി വളയ്ക്കുന്നതും അങ്ങനെയല്ല. ഇങ്ങപ്പുറത്തെ റൂമിന് വളച്ചിരിക്കുന്നത് അങ്ങപ്പുറത്ത് കൊണ്ട് വെച്ചാൽ പണി പരാജയമാ. ഇത് തീർന്നു വരുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. അതിന്റെ മാസ്റ്റർ പ്ലാൻ ആരുടെ കയ്യിലുണ്ടോ അവനറിയാം. വിശുദ്ധ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് പണിയുവാൻ ഒരു അടിസ്ഥാനം വേണം. ബഥേൽ, നിങ്ങൾക്കൊന്ന് പണിയുവാൻ ജ്ഞാനമുള്ള ശില്പിയായി ഒരു അടിസ്ഥാനം വേണം. കഴിഞ്ഞ 25 വർഷത്തിലധികത്തെ ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ട് ഇന്ന് പകൽ ബഥേലിന് പറയുവാൻ കഴിയും, ജ്ഞാനമുള്ള ശില്പിയായി, പ്രധാന ശില്പിയായി ഒരു അടിസ്ഥാനം ഇടുവാൻ ദൈവം കൃപ ചെയ്തു. ഇതിന്റെ മേൽ ഓരോരുത്തൻ പണിയാൻ പോകുകയാ. ഒരുവൻ പൊന്നുകൊണ്ട് പണിയും, ഒരുവൻ വെള്ളി കൊണ്ട് പണിയും, ഒരുവൻ വിലയേറിയ കല്ലുകൊണ്ട് പണിയും, വേറൊരുത്തൻ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും, ഒടുവിലത്തെയാൾ മരം കൊണ്ടും ഒരു പണി പണിയുമെന്നിരിക്കട്ടെ. ഇതെല്ലാം കൂടെ ഒരു ദിവസം തീയോട് ശോധന ചെയ്യും. കാര്യം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന പണിയാകയാൽ ഇതെല്ലാം തീയോട് ശോധന ചെയ്യും. അന്ന് ദ വെയിൻ ഗ്ലോറി, ജീവനത്തിന്റെ പ്രതാപം കരിഞ്ഞു മാറും. ഞാൻ കൺവെൻഷനുകൾക്ക് വേണ്ടി പലയിടത്തും യാത്ര ചെയ്തുമായിരുന്നു. ഈ കാലങ്ങളിൽ ഞാനത് ചെയ്യാറില്ല. പല കൺവെൻഷനുകളും ഒരു സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല. പല കൺവെൻഷനുകളും ആളുകൾ സുവിശേഷം കേൾക്കേണ്ടതിന് വേണ്ടിയല്ല. ഞാൻ വിളിച്ചാലും ആള് കൂടുമെന്ന് കാണിക്കാനും, എൻ്റെ പേരും നോട്ടീസിൽ വരാനും, എൻ്റെയും കൂടെ ഫോട്ടോ ഇതിൻ്റെ ഒരു മൂലയ്ക്ക് വെക്കുവാനും നടത്തുന്ന ഒരുപാട് കൺവെൻഷനുകളുണ്ട്. അതിനകത്തും ആളുകൾ രക്ഷിക്കപ്പെട്ടേക്കാം, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഒരിക്കലും ഒരു ദേവദാസൻ പറഞ്ഞായിരുന്നു, ഒരു കള്ളൻ, ഒരു മോഷ്ടാവ് ഒരിക്കൽ കുറെ നെല്ല് മോഷ്ടിച്ചു. ഒരു ചാക്കിനകത്ത് തലയെ വെച്ചുകൊണ്ട് പോകുക. അവൻ പോകുന്ന വഴി കുറെ നെല്ലൊക്കെ വഴി വീണു. അത് കിളുക്കത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കിളുക്കും. കള്ളനിട്ടതായതുകൊണ്ട് കിളുക്കത്തില്ലെന്നൊന്നും നെല്ല് പറയത്തില്ല. വിത്ത് അതിനകത്തുള്ളത് കൊണ്ട് അത് കിളുത്തിരിക്കും. കള്ളനിട്ടതാണെങ്കിലും കിളുക്കും, കാര്യം അതിനകത്ത് വിത്തുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഈ കൺവെൻഷൻ നടത്തിയവന് ഒരു പ്രയോജനവുമില്ല. പ്രസംഗിച്ച് എനിക്കും വലുതായിട്ടൊന്നും കിട്ടാനില്ല. ഇറ്റ്സ് എ വെയിൻ ഗ്ലോറി. വെറുതെ ഒരു പേരിന് വേണ്ടി, വെറുതെ ഒരു നാമം ഉയർത്തേണ്ടതിന് വേണ്ടി, ഒരു സാഹചര്യത്തെ പൊക്കിക്കാണിക്കേണ്ടതിന് വേണ്ടി നടത്തുന്ന പലതിനകത്തും ദൈവം ശോധന ചെയ്യത്തില്ല. ചെയ്താലും അത് തീയിൽ വെന്തുപോകും. ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പുല്ലുകൊണ്ട് പണിതാലും മരം കൊണ്ട് പണിതാലും അത് തീയോട് ശോധന ചെയ്യും. അതൊരു ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്.
പൊന്ന്, വെള്ളി, വിലയേറിയ രത്നങ്ങൾ എന്നിവ കൊണ്ടുള്ള പണി വെന്തുപോകയില്ല. ജീവനത്തിന്റെ പ്രതാപം വെന്തുപോകുമ്പോൾ ജീവനത്തിന്റെ ആ സത്യം നിലനിൽക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാം ചെയ്യുന്ന പണികൾ എന്തിനു വേണ്ടി ഒരടിസ്ഥാനമിട്ടു? നിങ്ങൾക്ക് പണിയേണ്ടതിന് ഞാൻ ഒരു അടിസ്ഥാനമിട്ടു. ഇന്ന് പകൽ ചിലർക്കൂടെ പണിയണോ? ആ പണിക്ക് വേണ്ടി ഒരടിസ്ഥാനം തരുവാൻ സഭയെ ദൈവം വളർത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം എന്തുകൊണ്ട് പണിയും? ഒരുത്തൻ പണിതത് വെള്ളി, പൊന്ന്, വിലയേറിയ രത്നം എന്നിങ്ങനെ തീയിലിട്ടാൽ കരിഞ്ഞു പോകാത്ത ചില വസ്തുക്കൾ കൊണ്ടാണ്. ഒരു പക്ഷേ അവരുടെ പണിയിൽ വലിയ വലിപ്പം കണ്ടെന്ന് വരത്തില്ലെന്ന് സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു ആശയമാണ്. മറ്റേത് പണിയിൽ വലിപ്പം കണ്ടേക്കാം, അത് വലുതെന്ന് തോന്നിയേക്കാം. തീയോട് ശോധന ചെയ്യുമ്പോൾ തീർന്നു പോകും, ഇത് വെന്തു പോകും. ഇന്ന് പകൽ തീയോട് ശോധന ചെയ്യുന്ന ഒരു പണിയാണ് നാം പണിയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വിലയേറിയത് കൊണ്ട് പണിയുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അത് നിലനിൽക്കും. ഞാന് ദാവീദിന്റെ സ്ഥാനത്തായിരുന്നിരിക്കട്ടെ, ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ പോകുകയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, എടാ നീ ഇവരെയൊക്കെ വെല്ലുവിളിക്കുന്നെങ്കിലും ഒരു കൊച്ചൻ ഇവിടെ ഉണ്ടെന്ന് ഇന്ന് ഞാൻ തെളിയിക്കും. ദൈവകൃപയുള്ള ഒരഭിഷക്തൻ ഇവിടെ ഉണ്ടെന്ന് ഇന്ന് ഞാൻ തെളിയിക്കും. നിന്റെ തല ഇന്ന് ഞാൻ വെട്ടും. ഇതായിരുന്നേനേം എൻ്റെ വാചകം. ദാവീദ് പറഞ്ഞത് ഇവിടെ ഒരു കൊച്ചനുണ്ടെന്ന് തെളിയിക്കുമെന്നല്ല, ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ തെളിയിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇത് തന്നെത്താൻ ഉയർത്തുന്നതിന് പകരം ഉയർത്തേണ്ടവനെ ഉയർത്തുക. ദാവീദ് തന്നെത്താൻ പറയുന്ന ചില പദങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു ദൈവദാസന്റെ ഒരു TV പ്രഭാഷണത്തിൽ നിന്ന് എന്നെ അതങ്ങ് ശരിക്ക് തൊട്ടു. അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു പദമുണ്ട് ഇസ്രായേൽ രാജാവിന്റെ മുമ്പിൽ. വെറും ചെള്ളായ എന്നെ, അദ്ദേഹത്തെ കുറിച്ച് സ്വയം വിളിക്കുന്ന പേരാ. എൻ്റെ താഴ്ചയിൽ ഞാനങ്ങ് താഴുക, ചെള്ളായ ഞാന്. 2, ചത്ത നായെ പോലെയുള്ള എന്നെ തേടി ഇസ്രായേൽ രാജാവ് വന്നു. എടാ നീ 1000 എങ്കിൽ ഞാൻ 10,000 എന്ന് ഇസ്രായേലിന് മൊത്തം അറിയാമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ദാവീദ് പറഞ്ഞത്, ഞാനൊരു ചെള്ളും ചത്ത നായുമാണ്, ഞാൻ താഴാൻ പോകുകയാണ്, പക്ഷേ ഞാൻ ഉയർത്തുന്നത് ആരെയാണ്? ഇസ്രായേലിനൊരു ദൈവമുണ്ടെന്ന്. ജീവനത്തിന്റെ പ്രതാപം തകർന്ന് തീയിൽ കരിയുമ്പോൾ ജീവനുള്ള ദൈവത്തെ ഉയർത്തുന്നവൻ ശോഭയോടെ വെളിയിൽ വരും. നമുക്കൊന്ന് താഴുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ നന്നായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർക്കുകയായിരുന്നു നമ്മുടെ യേശുവിനെ കുറിച്ച്. സ്വർഗത്തിന്റെ മഹത്വം വിട്ട് ദൈവമായിരിക്കെ ദൈവത്തിന്റെ രൂപം മുറുകെ പിടിച്ചു കൊള്ളാതെ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യന്റെ രൂപമെടുത്ത് ഇങ്ങോട്ടൊന്ന് താണുവന്നു. യേശുവിന്റെ പ്രസംഗത്തിൽ ഉദാഹരണത്തിന് ഉപയോഗിക്കുമ്പോൾ കോസ്മിക് ബോഡികളെ കുറിച്ച്, അല്ലയോ, നക്ഷത്രജാലങ്ങളെ കുറിച്ച്, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ തത്വങ്ങളെ കുറിച്ച് വേണമെങ്കിൽ പ്രസംഗിക്കുവാൻ, ഉദാഹരണം പറയുവാൻ കഴിയുന്ന ദൈവം, നക്ഷത്രമണ്ഡലങ്ങളെ ഉദാഹരണമായി എടുക്കുവാൻ കഴിയുന്ന ദൈവം, അറിവുള്ളവൻ, വയലിലെ താമരയും പറമ്പിലെ പൂവും വരമ്പത്തെ ചക്കും വയലിലിരിക്കുന്ന കൊക്കും ഇതൊക്കെയായിരുന്നു തന്റെ ഉദാഹരണം. സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിത ശൈലി ഉപയോഗിച്ചു തന്റെ പാണ്ഡിത്യം താൻ ഒഴിഞ്ഞു വെച്ചു. താണവനായി താനൊന്ന് ഇറങ്ങി വന്നു. തന്റെ നടപ്പിൽ താൻ ഉന്നതനായിരുന്നെങ്കിലും ക്രൂശ് വരെയും താനൊന്ന് താഴുവാൻ തയ്യാറായി. ഇന്ന് പകൽ നമ്മുടെ മാതൃകയാരാ? ലിവ് അലോൺ ദ വെയിൻ ഗ്ലോറി. ഒരു 2 മാസമായി ദൈവാത്മാവിന്റെ ഹൃദയത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, സഭയോട് ഈ വിഷയം പറയാൻ. ഞാൻ ഈ വെയിൻ ഗ്ലോറി മാത്രം തൊടാൻ നോക്കിയിട്ട് അങ്ങോട്ട് വരുന്നില്ല. ജീവനത്തിന്റെ പ്രതാപം മാത്രം അങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ തുടങ്ങിയത്. കഴിഞ്ഞ രാത്രിയിലാണ് ഈ ഒരാശയം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്. ഞാൻ കൺവെൻഷൻ പ്രസംഗങ്ങൾ നടത്തുന്ന ആരംഭകാലങ്ങളിൽ പാസ്റ്റർ എന്നല്ലായിരുന്നു എൻ്റെ പേര് വെച്ചിരുന്നത്. സയന്റിസ്റ്റ് ഫ്രം HAL എന്ന് വെച്ചവരുണ്ട്, സയന്റിസ്റ്റ് ഫ്രം ADE എന്ന് വെച്ചവരുണ്ട്, ഒത്തിരിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കൺവെൻഷൻ പ്രസംഗത്തിന് പേര് വെച്ചാൽ കുറെ ശാസ്ത്രീയ വിഷയം തൊട്ടില്ലൊക്കത്തില്ല. അതിൻ്റെ അപ്രീസിയേഷൻ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ശാസ്ത്രീയ വിഷയങ്ങൾ വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി എടുക്കുവാൻ കൃപയാൽ കർത്താവ് കൃപ തന്നു. റിസൾട്ട് അറിയാവൂ? ഒറ്റ ഒരുത്തൻ ദൈവകൃപയിൽ അത് മുഖേന നിലനിൽക്കുന്നില്ല. നോട്ട് വൺ. 1 വർഷം ഇത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പം എനിക്കിതിൻ്റെ പൊട്ടത്തം മനസ്സിലായി. മനുഷ്യന് മനസ്സിലാക്കാൻ എളുപ്പമില്ലാത്ത വാക്കുകൾ, എളുപ്പം പിടികിട്ടാത്ത സ്പീഡിൽ വിളിച്ചു പറഞ്ഞെടുത്തുനിന്ന് കയ്യടി ഉയർന്നെങ്കിലും രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നു. ലളിത ഭാഷയിൽ
സാധാരണക്കാരന് മനസ്സിലാകുന്ന ഉദാഹരണത്തിൽ എൻ്റെ യേശു താണ് വന്നെങ്കിൽ, എനിക്ക് എന്നെ മണ്ണാങ്കട്ട അറിയാമായിട്ടാണ് ഞാൻ സയൻസ് പറയുന്നേ. ഇത് സൃഷ്ടിച്ചവനുമായി താരതമ്യം ചെയ്താൽ എനിക്ക് എന്നെ അറിയാമായിട്ടാ. നക്ഷത്രമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ ഒരു ഉദാഹരണം പറയാൻ എടുക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രതികരണമല്ല പറഞ്ഞത്, സാധാരണക്കാരന് മനസ്സിലാകുന്ന വയലിലെ പൂവും വയലിലെ പുല്ലുമാ താൻ ഉദാഹരണത്തിനെടുത്തത്. എബ്രിയേൽ എങ്ങനെയാ, മീഖായേൽ എങ്ങനെയാ, വലിയ വലിയ ദൂതന്മാരെങ്ങനാന്ന് പറയുന്നതിന് പകരം ആടെങ്ങനാ, അതിനെ തീറ്റുന്നത് എങ്ങനാ എന്ന യേശു പറഞ്ഞുകൊണ്ടിരുന്ന ഉദാഹരണങ്ങളിൽ. തൻ്റെ ഉദാഹരണങ്ങൾ, തൻ്റെ ജീവിതം. അതുകൊണ്ട് ക്രൂശ് വരെ താണെങ്കിലും, മലയാളത്തിലൊരു പാട്ടുണ്ട്, മണ്ണിടത്തിൽ ക്രൂശ് അതിൽ നിന്നും ഉയർന്നുയർന്ന് ഉന്നതമായ സ്വർഗം വരെ താൻ തിരികെ പോകുകയും എന്നെയും നിങ്ങളെയും അവിടം വരെ കൊണ്ടുചെല്ലേണ്ടതിന് ആകാശമെന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എനിക്ക് വേണ്ടി വഴി തുറക്കുകയും ചെയ്യുവാൻ താണവനായി ഇറങ്ങി വന്ന യേശുവിനെ അനുഗമിക്കുന്ന ദൈവ പൈതലേ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കുമെങ്കിൽ നാം നിത്യജീവൻ അവകാശികളാ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഫിലിപ്പിയർ 2:15-12 വീണ്ടും വായിക്കാം. ഫിലിപ്പിയർ 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഇത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയട്ടെ. ബിഷപ്പ് ടി ഡി ജെയ്ക്സ് കഴിഞ്ഞൊരു ദിവസം ഒരു ദൂത് പറയുമ്പോൾ താൻ ഉപയോഗിച്ചൊരു പദം ഞാൻ വേറൊരാളിനെ കോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആശയം മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിഷപ്പ് ടി ഡി ജെയ്ക്സ് കഴിഞ്ഞൊരു ദിവസം പ്രസംഗിക്കുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു. തന്നെക്കുറിച്ച് തന്നെ ഒരു പദം പറഞ്ഞു, സ്റ്റാർട്ടഡ് വിത്ത് ദ ഹോളിനെസ് പെൻഡകോസ്റ്റൽസ്. ഹോളിനെസ് പെൻഡകോസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പഴയ പെന്തക്കോസ്തുകാരുടെ കണക്ക് ആ തിരുവചനത്തിൻ്റെ ലളിത തത്വങ്ങളിൽ അങ്ങ് ഇറങ്ങുന്ന അമേരിക്കൻ ഓർഗനൈസേഷൻ. ചിലർ പറയാറുണ്ട് ഈ കേരള പെന്തക്കോസ്തുകാർക്ക് മാത്രമേ ഉള്ളൂ, ഇത് ചുമ്മാ തൊടു, തനിക്ക് മറ്റാരെയും അറിയാൻ വയ്യാത്ത ഞാനാണ് ഉത്തരവാദി. ഹോളിനെസ് പെൻഡകോസ്തുകാരുടെ ആരംഭം ഓക്കലഹോമയിൽ നിന്നാ. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ന് ഓക്കലഹോമയിലുണ്ട്. ഞാനും ചിന്നമയും പോയിട്ടുണ്ട്. ആഭരണം ഉപയോഗിക്കാത്ത, വെള്ളവസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന, തല കവർ ചെയ്ത് സഹോദരിമാർ പ്രാർത്ഥിക്കുന്ന, വേദപുസ്തക തത്വം സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണത്. ഓക്കെ, ഞാനങ്ങ് മുന്നോട്ട് മാറട്ടെ. അദ്ദേഹം പറഞ്ഞു, ഹോളിനെസ്സുകാരുമായി എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചു. ജീവിതത്തിൻ്റെ ലളിതത്വമാണ് ഒരുത്തൻ്റെ ഭക്തിയുടെ ഉന്നതത്വം എന്നവർ പഠിപ്പിക്കുന്നു. പദം ഒന്നുകൂടെ പറയാം, ലളിത ജീവിതത്തിൻ്റെ ആഴമാണ് ഭക്തിയുടെ ഉന്നതത്വം എന്നവർ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് മാറി വിശ്വസിക്കുന്നവൻ ഭൂമിയിലെ സകല പൊന്നും സകല സമ്പത്തും ഉള്ള ഉടമസ്ഥനാണ്, അവൻ യേശുവിൻ്റെ ഡയറക്റ്റ് അംബാസഡറാണ് എന്ന് വരെ പഠിപ്പിക്കുന്നവരെ കണ്ടു. മരുന്ന് ചെയ്യുന്നത് പാപമാണെന്ന് ഒരു വശത്ത് പഠിപ്പിക്കുന്നു, മറുവശത്ത് ഡോക്ടേഴ്സാണ് മിടുക്കർ, അവരെ കൊണ്ടു നടന്നേ പറ്റൂ എന്ന് വേറൊരുത്തൻ പഠിപ്പിക്കുന്നു. ഒരുപാട് പഠിപ്പിക്കലുകളുടെ ഇടയിലൂടെ ഇറങ്ങി തിരുവചനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോൾ ചില കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അദ്ദേഹത്തിന്റെ വാചകമാ. യേശു പറഞ്ഞു, വിതയ്ക്കുന്നവൻ ഉറങ്ങുമ്പോൾ ശത്രു കള വിതച്ചു. ഇന്ന് ഇത് രണ്ടും കൂടെ വളരുക. ജഡത്തിൻ്റെ മഹത്വവും ജീവിതത്തിൻ്റെ വലിപ്പവും, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ ഉയർത്തുകയും ചെയ്തു. രണ്ടും കൂടെ ഒരുമിച്ച് വളരുന്ന കാലഘട്ടം. ഒരൊറ്റ വയലിൽ, എൻ്റെ വാചകമല്ല, എന്നേക്കാൾ ഒരു വലിയവൻ്റെ വാചകമാ. എൻ്റെ വാചകമല്ല, ഒരു വലിയവൻ്റെ വാചകം, എന്നേക്കാൾ ഒരു വലിയവൻ്റെ വാചകമാണ്. ഇന്ന് വിത്തും കളയും രണ്ടും വിതച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് വളരുന്ന കാലമാ. അധികം താമസമില്ലാതെ കൊയ്ത്ത് നടക്കും. തീയോട് ശോധന ചെയ്യും. ഞാനും നിങ്ങളും കാണുമോ എന്ന് അന്വേഷിക്കുന്നത് കൊള്ളാം. ഇന്ന് രണ്ടും ഒരുമിച്ച് വളരുന്ന കാലം. രണ്ടും ഒരുമിച്ച് വളരുന്ന കാലം. ഇതിനകത്ത് നാം എങ്ങോട്ട് ചായ്വ് കാണിക്കും? ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഞാൻ 1-2 വാക്യം കൂടെ വായിച്ച് ഇന്നത് കൺക്ലൂഡ് ചെയ്തോട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ.
അതുകൊണ്ട് ഞങ്ങൾ അതിരിപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. എന്നും ഞങ്ങൾക്ക് ശോധനയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ വളരുവാൻ ഞങ്ങൾ ക്രിസ്തുവിൽ പോരാടുകയാ. കുഞ്ഞാ വാക്യം വായിച്ച് കംപ്ലീറ്റ് ചെയ്തേ. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഞങ്ങൾക്കുള്ള ലഘുവായ കഷ്ടം നിത്യഘനം ലഭിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയാ. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇന്ന് നശിക്കുന്ന താൽക്കാലികമായതിനു വേണ്ടിയോ നിത്യഘനമായതിനു വേണ്ടിയോ? ഒന്ന് താൽക്കാലികമാണ്, കാണുന്നത് താൽക്കാലികം. കാണപ്പെടാത്ത നിത്യമായ വേറൊന്നുണ്ട്. ഞാൻ ഏതിനു വേണ്ടി നിലകൊള്ളും? ഞങ്ങൾക്ക് ലഘുവായ സങ്കടം അല്പകാലത്തേക്കുണ്ടല്ലയോ? 2000-ലധികം വർഷമായി ക്രിറ്റിസിസം തുടങ്ങിയിട്ട് ഇന്നും ഈ തീയിൽ വെന്തുപോകാതെ ഞങ്ങൾ നിൽക്കുന്നതിനായി സ്തോത്രം. 2000 വർഷം കഴിഞ്ഞു പീഡ ആരംഭിച്ചിട്ട് ഇന്നും ഇതിൽ വെന്തുപോകാതെ ഞങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. 2000 വർഷം കഴിഞ്ഞു പഴിയും ദുഷിയും നിന്നയും തിരുസഭയ്ക്കെതിരെ ഉയരുന്നു. ഇന്നും നിന്നുപോകാതെ ഞങ്ങളെ വളർത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ലഘുവായ തൽക്കാലത്തേക്കുള്ളതല്ല, ഘനമായത് ഞങ്ങൾ നോക്കി പാർക്കുകയാ. 2 പത്രോസ് 2:10-11 ഇപ്പം നിർത്തും. 2 പത്രോസ് 2:10-11. ന്യായവിധി ദിവസത്തിലെ ദണ്ഡത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ദാക്ഷ്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. 9-ാം വാക്യം കൂടെ വായിക്കാമോ? കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കാൻ. കർത്താവ് ജനത്തെ വിടുവിക്കുമ്പോൾ നീതികെട്ട ചിലരെ കാണും. അവരെ വിടുവിക്കത്തില്ല. അവരുടെ പ്രത്യേകത എന്തോന്നറിയാമോ? മലിനമോഹം കൊണ്ട് ജഡത്തെ അശുദ്ധമാക്കിയവർ. ഈ യൂദായുടെ ലേഖനം എഴുതുമ്പോൾ, നിക്കട്ടെ പത്രോസ് മറിക്കരുതേ, യൂദായുടെ ലേഖനം എഴുതുമ്പോൾ യൂദാ അപ്പോസ്തലൻ ആരംഭിക്കുന്ന സഹോദരന്മാരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് സകലതും നിങ്ങൾക്ക് എഴുതുവാൻ സകല ശ്രമവും ചെയ്തു. ഒരിക്കൽ യേശുവിനെ അംഗീകരിച്ചാൽ രക്ഷിക്കപ്പെട്ടു, തീർന്നു, ഇനി ഒരു കുഴപ്പമില്ല. പൊതുവിലുള്ള രക്ഷ. ഞാൻ യേശുവിനെ ഏറ്റുപറഞ്ഞത് കൊണ്ട് മിടുക്കനായി. പൊതുവിലുള്ള രക്ഷ. കൃപയുടെ യുഗമാകയാൽ ഇനി ഒന്നും കണക്കിടത്തില്ല, തീർന്നു, സകലതും കൃപയാ. ഒരിക്കൽ കൃപയിലായാൽ ഇനി എന്തും ചെയ്യാം. കൃപയിലായാൽ മദ്യപിക്കാം, കൃപയിലായാൽ പുകവലിക്കാം. ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതല്ലേ, കൃപ. ബാക്കിയെല്ലാം കൃപയാ. ഇതിന്റെ എല്ലാം അന്ത്യം മലിന മോഹങ്ങൾ കൊണ്ട് ജഡത്തെ അശുദ്ധമാക്കുക. ഇവരോട് കർത്താവ് എതിർത്ത് നിൽക്കും. വിശുദ്ധ പത്രോസിന്റെ പദമാണ്, മലിനമോഹം കൊണ്ട് ജഡത്തെ അശുദ്ധമാക്കുന്ന ഒരു ജനതതി ദൈവം അവരോട് എതിർത്ത് നിൽക്കും. നാം അവരുടെ കൂട്ടത്തിലല്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4, 5, 6, 3 വാക്യങ്ങൾ വായിച്ച് ക്ലോസ് ചെയ്യട്ടെ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. ഈ വിശുദ്ധന്മാർക്ക് ഉചിതമായ ചില കാര്യങ്ങളുണ്ട്, വിശുദ്ധി ഇല്ലാത്തവർക്കും കൂടെ ഉചിതമായ വേറെ ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധന്മാർക്ക് ഉചിതമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചിലത് ഇല്ലെന്ന് പറഞ്ഞു. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. പകരം സ്തോത്രം അത്ര വേണ്ടത്. വായിച്ചോ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. ഒരിക്കൽ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു, സ്തോത്രം. വെള്ളത്തിൽ സ്നാനമേറ്റു, സ്തോത്രം. അന്യഭാഷ പരിശുദ്ധാത്മാവ് കൊടുത്തത് പറഞ്ഞവർക്കായി വളരെ സ്തോത്രം. കേട്ടു പറഞ്ഞവരും കൂട്ടത്തിൽ കൊണ്ട്. ഒരു സമ്മിശ്ര ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന് പറവാനുള്ളത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം മലിനമോഹത്തിൽ ഇടപെടുകയോ? ഒന്നുകൂടെ വായിച്ചോ ഇതേ വാക്യം. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തേശുവിന്റെ ദൈവത്തിന്റെയും. ഇതെല്ലാം ചെയ്ത ശേഷം ഇതിലേക്ക് ഇറങ്ങിയവർ,
അശുദ്ധിയിലേക്കും മലിനതയിലേക്കും ദ്രവ്യാഗ്രഹത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും തിരിഞ്ഞവർ, ഇവർക്കാർക്കും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ പങ്കില്ല. പദങ്ങൾ ഗൗരവമാണ്. മലിനമോഹം കൊണ്ട് ജഡത്തെ മലിനമാക്കുന്നവർ. താവോട്ട് വായിച്ചു. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും അനുസരണം കെട്ട് നടക്കുന്ന ചിലരുടെ മേൽ ഇന്നും ദൈവകോപം വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ വകയാണ് അവർ പ്രവർത്തിക്കുന്നത്. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും അങ്ങനല്ലേ? എടാ, TV സ്റ്റാർസ് ഇങ്ങനല്ലേ? വലിയ ഉപദേശി അങ്ങനല്ലേ? ഇങ്ങപ്പുറത്തെ മഹാൻ അങ്ങനല്ലേ? പിന്നെ എനിക്കെന്നാ കുഴപ്പം? വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ ഇന്നും വസിക്കുവാൻ കാരണം ഇതാണ്. നാമോ ജഡത്തിന്റെ മലിനമോഹം വിട്ട് ഓടുവാൻ ദൈവം ഇന്ന് പകൽ നമ്മോട് ആവശ്യപ്പെടുകയാ. എനിക്കതിന് ഒരുപാട് ഗൗരവമുള്ള ആശയത്തിൽ തിരുവചനത്തിന്റെ വ്യവസ്ഥയിൽ ഇതിന്മേൽ പണിയുന്നത് കൊണ്ട് എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഇത് വിട്ടോടുന്ന അനേകരുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭ ഇതിന്റെ മേൽ പണിയപ്പെടുവാൻ നിൽക്കുമെങ്കിൽ തിരുവചനം നിങ്ങളെ നിലനിർത്തും. തിരുവചനം നിങ്ങളെ നിലനിർത്തും. PV ആശാരി ഉപദേശി വലിയ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ, നിത്യതയിൽ ഇന്ന് വിശ്രമിക്കുന്നയാളാ. അദ്ദേഹം ആദ്യമേ ന്യൂയോർക്ക് പട്ടണത്തിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടില്ല. വേദപുസ്തകം തൻ്റെ തലയിൽ വെച്ചുകൊണ്ടാണ് ആ ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് കയറി ചെന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്നടാ തമാശ എല്ലാവരും ചോദിച്ചു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വരാൻ അറിയാനും വയ്യ. ഇത് ഇങ്ങനെ തലയിൽ വെച്ചോണ്ടാ പോയെ. അവസാനം അദ്ദേഹം പറഞ്ഞ്, ഈ പുസ്തകം എന്നെ ഇവിടം വരെ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എന്നെ ഇവിടം വരെ എത്തിച്ചേ. എൻ്റെ കൂടെ ജനിച്ചു വളർന്ന ആശാരിമാരൊക്കെ കോഴിക്കോടും പണിത് നാട്ടിൽ നടക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, കോഴിക്കോടും പണിത് നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ന്യൂയോർക്ക് പട്ടണത്തിൽ സ്റ്റെപ്പ് ചെയ്യാൻ കാര്യം ഈ പുസ്തകമാണ്. ഒരു ദിവസം അദ്ദേഹം ഞങ്ങളെ ഉപദേശിമാരെ ഒന്ന് ചലഞ്ച് ചെയ്തടാ, പഠിത്തമുള്ള നീയൊക്കെ, വിദ്യാഭ്യാസത്തിൽ തികഞ്ഞ നീയൊക്കെ UNOയുടെ പഠിക്ക ചെന്ന് പാസ് അന്വേഷിക്കുമ്പോൾ UNOയിലെ രാഷ്ട്രീയ പ്രതിനിധികളോട് പ്രസംഗിക്കുവാൻ ഈ പഠിത്തമില്ലാത്ത ആശാരിയാണ് ദൈവം കയറ്റിയത്. സത്യമാ. എനിക്ക് UNO കണ്ടേ പാസ് എടുക്കണം. അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി UNOയിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളെ താൻ സംബോധന ചെയ്തു. എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഇത് പലരെ വളർത്തി, ഇത് ഒത്തിരി പേരെ വളർത്തി. മലിനമോഹം കൊണ്ട് ജഡത്തെ മലിനമാക്കിയ ഒരുപാട് പേരെ തകർന്ന ഇടത്ത് ഒത്തിരി പേരെ വളർത്തിയതാണ് ഈ പുസ്തകം. ഒരുപാട് പേരെ വളർത്തിയതാണ് ഈ ദൈവം. ഇവിടം കൊണ്ട് ഇത് തീർന്നില്ല. നിത്യതയിൽ നമുക്ക് ചിലത് തരുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ ദൈവ മുമ്പിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. കർത്താവേ, ഐ എം നോട്ട് ഗോയിങ് ടു പെർഫോം. വേറെ ചിലരെ നടിച്ചു കാണിക്കാനല്ല, അന്യൻ്റേത് മോഹിക്കാനല്ല, മറ്റൊരാളിനെ പോലെ വേഷം കെട്ടാനല്ല, ഞാൻ വേറൊരാളായി മാറാനല്ല. ഞാൻ പദം ഒന്നുകൂടെ പറയാം. എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ആശയമാണ്. എൻ്റെ നിറം, എൻ്റെ വണ്ണം, എൻ്റെ പ്രായം, എൻ്റെ സൈസ് ദൈവത്തിന് ആവശ്യമായതുകൊണ്ടാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്. ഐ ലവ് ടു ബി മീ. ദൈവം എനിക്ക് തന്ന കൃപയിൽ വളരുവാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവം എനിക്ക് തന്നതിലൊന്നും കുറച്ച് കളയാതെ ഉയരേണ്ടതുപോലെ ഉയരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ ഉയർത്താൻ ആഗ്രഹിക്കുക. വേറൊന്നായി വേഷം കെട്ടാനല്ല, മറ്റൊരാൾ ഇനി അനുകരിക്കുവാനല്ല, അവനവന് ദൈവം തന്ന ഒറിജിനൽസായി വളരുവാൻ ഇന്ന് പകൽ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കാം. നമ്മൾ ഇതുപോലെ ഇരിക്കത്തില്ല. ഈ വർഷം ദൈവം ഒരു വളർച്ച വീണ്ടും തരും. ദൈവത്തിന്റെ ഒറിജിനൽസ് ദൈവം നിങ്ങളെ പരിപാലിക്കുമെന്ന് മറക്കരുത്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ലക്ഷോപിലക്ഷങ്ങൾ ചത്തൊടുങ്ങിയ ഈ മണ്ണിൽ ഞാൻ ഇന്നും ജീവനോടിരിക്കുന്നെങ്കിൽ അത് ദൈവിക ഉദ്ദേശമാണ്. കഴിഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് സ്വർഗം നിങ്ങളെ ജീവനോടെ പുറത്തെടുത്തെങ്കിൽ അത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനും പിറന്ന മക്കളിൽ ചിലർ പോയിടത്ത് നിങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അത് ദൈവിക ഉദ്ദേശമാണ്. ഹല്ലേലൂയ. അനേക അപകടങ്ങളിൽ അനേകർ മൺമറഞ്ഞയിടത്ത് താങ്കൾ ജീവനോട് ഇരിക്കുന്നത് ദൈവിക ഉദ്ദേശമാണ്. എന്തിനു വേണ്ടി? അത് എന്നെ ഞാനായി വളർത്താനോ. ഇടമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അകമേ ഉള്ളവൻ നാൾക്ക് നാൾ ബലപ്പെട്ടു വരും.
ശക്തിയോടെ ബലപ്പെടും. ദൈവപ്രവൃത്തികൾ നടക്കും. രോഗശാന്തിയിലേക്കും വിടുതലിലേക്കും തിരിഞ്ഞ് ഒരാശയം പറഞ്ഞിട്ട് പാട്ടുപാടി സ്തോത്ര കാഴ്ചയെടുത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുക. യേശു ഏറ്റവും താണവനായി മണ്ണിലേക്ക് ഇറങ്ങി വന്നു. താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി താൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു ഉദാഹരണങ്ങൾ യേശു ഉപയോഗിച്ചത്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ അതിൻ്റെ ഗൗരവം ഓർത്തത്. ഞാനാണെങ്കിൽ എന്നും അറിയാവുന്നതിൽ ഏറ്റവും വലുത് നോക്കി ഉപയോഗിക്കത്തുള്ളായിരുന്നു. യേശു ഉപയോഗിച്ച ഉദാഹരണം നക്ഷത്രമണ്ഡലങ്ങളല്ല, ദൂതസഞ്ചയങ്ങളല്ല. താൻ ഉപയോഗിച്ച ഉദാഹരണം വഴിയെ നടക്കുന്ന ആടും ആട്ടിൻകുട്ടിയും, വയലിലെ താമര അല്ലേ, പറന്നു പോകുന്ന കൊക്ക്, വാനിലെ പറവകൾ, വീഞ്ഞ്, ചക്ക്, മുന്തിരി, കോതമ്പ്. കാര്യം സാധാരണക്കാരനൊക്കെ പരിചയമുള്ളത് മാത്രമാണ്. പക്ഷേ രോഗശാന്തിയുടെ കാര്യം വന്നപ്പോൾ കണ്ണില്ലാത്തവന് കണ്ണ്, തന്നിലെ ദൈവത്വം വെളിവായി. അതാ തൻ്റെ വലിപ്പം, ശുശ്രൂഷയാ. തൻ്റെ വാക്കല്ല, തൻ്റെ വലിപ്പം തൻ്റെ ശുശ്രൂഷയാ. കണ്ണില്ലാത്തവന് കണ്ണ്, ചെവിയില്ലാത്തവന് ചെവി, മുടന്തന് കാല്. യേശുവിൻ്റെ ശുശ്രൂഷ അത് നിസ്സാരമല്ല, അത് വളരെ വലുതാ. താൻ താഴത്തെ അറ്റത്തേക്ക് താണിറങ്ങിയത് നമ്മെ ദൈവത്തിന് വേണ്ടി ഉയർത്താനാ. ശുശ്രൂഷയെക്കുറിച്ച് തൻ്റെ അടുക്കൽ ആരെങ്കിലും ചെന്നാൽ നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? പാപങ്ങൾ മോചിച്ചു എന്ന് പറയുന്നതോ, പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് പൊക്കോളാൻ പറയുന്നതോ ഏതാ പ്രയാസമുള്ള കാര്യം? അതുകൊണ്ട് പക്ഷവാതക്കാരനോട് പറഞ്ഞു, എഴുന്നേക്കടാ, വീട്ടിൽ പോ, നീ അങ്ങ് നടന്നു പോയാൽ മതി. എൻ്റെ ദൈവമേ സ്തോത്രം. കുഷ്ഠരോഗികൾ അവൻ്റെ അടുക്കൽ വന്നു. യേശു കുഷ്ഠത്തെ സൗഖ്യമാക്കി വിട്ടു. ഇന്ന് പകൽ അതേ യേശുവിനെയാ ഞാൻ ആത്മാവിൽ ഉയർത്തിയതെങ്കിൽ ഇന്ന് പകൽ അതേ യേശു ഇതിനകത്ത് ചില വലിയത് ചെയ്യും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാം, എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാം. കർത്താവേ, ഇന്ന് അങ്ങയോട് പറ്റി നിൽക്കുന്ന അടിയങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ ദർശനങ്ങൾ തരുവാൻ അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കുന്നതിനായി സ്തോത്രം. തേജസ്സുള്ള ദൂതന്മാർ ഇതിനകത്ത് നടക്കുന്നത് കാണുവാൻ ചിലരുടെ കണ്ണുകളോട് തുറക്കണേ കർത്താവേ. വെള്ള മേഘത്തിന്റെ കീറുകൾ ഇതിനകത്ത് നിൽക്കുന്നത് കാണുവാൻ ചില കണ്ണുകളോട് തുറക്കണേ കർത്താവേ. പ്രവാചക ശിഷ്യന്റെ കണ്ണിനെ തുറന്നവനായ ദൈവമേ, ഉറമമാസിയാരാ, അങ്ങയുടെ ദൃശ്യങ്ങൾ കാണുവാൻ, ഇതിനകത്ത് നടക്കുന്ന ആത്മമണ്ഡലം ഒന്ന് കാണുവാൻ ചില കണ്ണുകൾ തുറക്കണമേ. ഇതിനകത്തൊരു വലിയ ആത്മമണ്ഡലത്തിന്റെ ചലനം നടക്കുന്നുണ്ട്. ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാർ ഇതിന്റെ മുകളിൽ നമുക്ക് മീതെ നിപ്പുണ്ട്. താണുപോയ ചിലതിനെ, ശത്രുഭയത്തിലായിപ്പോയ ചിലതിനെ സഹായിച്ച് സംരക്ഷിക്കേണ്ടതിന് ചില ദൂതന്മാർ ഇന്ന് പകൽ ചിലതിനോടുകൂടെ അസൈൻ ചെയ്യപ്പെടുകയാ. ചിലരെ കൂടെ ദൈവം, ചില ദൂതന്മാരെ കൂടെ ചിലർക്ക് വേണ്ടി ദൈവം അസൈൻ ചെയ്താക്കുകയാ. ജീവിതത്തിൽ പരാജയപ്പെട്ട, ജീവമരണ ഭയത്തിൽ കഴിയുന്ന ചിലതിനെ സഹായിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് ചില ദൂതന്മാരെ നിയമിക്കുന്ന കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറന്നു കിട്ടിയാൽ ഇന്നത് കാണാൻ കഴിയും. ചിലതിൽ ദൈവം പ്രസാദിച്ചതിനാൽ ഇതിനകത്തൂടെ ചില മേഘങ്ങൾ വ്യാപരിക്കുന്നുണ്ട്, ചില മേഘങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രൂപം ഇതിനകത്തുണ്ട്, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇന്ന് പകൽ ഒരു ദൈവിക വിടുതൽ ഇതിനകത്ത് നടക്കുകയാ. ഇന്ന് പകൽ യേശു ചിലരെ തൊടാൻ വരികയാ. കുരുടനെ തൊട്ട് സൗഖ്യമാക്കിയ ദൈവത്തിന്റെ തൃക്കരം ഇന്ന് പകൽ ചിലതിന് ഇതിനകത്ത് തൊടാൻ വരികയാ. മഞ്ഞപ്പിത്തത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനാൽ ലിവർ തകർന്നു പോയ ഒരു വ്യക്തിത്വത്തെ ഇന്ന് പകൽ സൗഖ്യമാക്കുവാൻ താങ്കൾക്ക് ഒരു പുതിയ ലിവർ ഇന്ന് പകൽ എന്റെ യേശു തരികയോ. ഓ വിനെ വരെ വരെ കസിയോ. കുടലിൻ്റെ അകത്തെ അൾസർ, കുടലിൻ്റെ അകത്തെ അൾസർ ക്യാൻസർ ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. രണ്ടുപേര് ഇന്ന് പകൽ സൗഖ്യമായിക്കൂ. ഇടത്തെ തോളിന്റെ കോളർ ബോൺ, തോളിന്റെ അല്ല, ഇടത്തു ഭാഗത്തെ കോളർ ബോണിൽ ശക്തമായ വേദന ഉണ്ടാകുന്നത് കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഉപയോഗം പോലും നടക്കാതെ വരുന്ന ഒരു വ്യക്തിത്വത്തെ ഇന്ന് പകൽ ഇതിനകത്ത് സൗഖ്യമാക്കുവാൻ ദൈവസാന്നിധ്യം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ ശുശ്രൂഷ നിസ്സാരമായിരുന്നില്ല, അത് വലിയതായിരുന്നു. യഹോവേ, ക്ഷീണിച്ചിരിക്കുന്ന അങ്ങയുടെ അവകാശത്തെ അങ്ങ് തൊടണമേ. ഇന്ന് പകൽ ദൈവം അത് ചെയ്തു തരട്ടെ.
ഞങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറക്കണം കർത്താവേ, ഞങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറക്കണേ. ഇന്ന് പകൽ ദൈവം അത് ചെയ്യണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇതിനു മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒന്ന് ഞാൻ ചോദിക്കട്ടെ.